ഓക്കെ സർ. എല്ലാവർക്കും സ്നേഹസ്വാഗതം. വായിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ മുന്നേറാൻ കൂടുതൽ പ്രകാശം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. വായിക്കുന്ന മനുഷ്യരെയും അതുപോലെ പ്രത്യേകിച്ച് അധ്യാപകരെ, അതുപോലെ വായിക്കാത്ത അധ്യാപകരെ പ്രത്യേകം നമ്മൾ ജീവിതത്തിൽ ഇടപെടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാറുണ്ട്. ഒരു ജോർജ് ആർ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു ഡാൻസ് വിത്ത് ഡ്രാഗൺസ് അങ്ങനെ ഒരു നോവലില് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുമ്പ് 1000-ലധികം ജീവിതങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. പുസ്തകം വായിക്കാത്തവൻ ഒറ്റ ജീവിതം മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ വായന എന്നത് പുസ്തകങ്ങൾ വായിച്ചു തീർക്കൽ മാത്രമല്ല, മനുഷ്യരെയും ജീവിതത്തെയും സ്വയം തന്നെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ്. പുസ്തകങ്ങളെ മാത്രമല്ല, അതെഴുതിയ മനുഷ്യരെയും അടുത്തറിയാൻ ഒരു യാത്രയാണ് വായന എന്നത്. ആ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിന്റെ ലൈബ്രറി റീഡേഴ്സ് ഫോറവും ലിറ്റററി ക്ലബും അങ്ങനെ സംയുക്തമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും ഒഴിവാക്കാതെ രാത്രി ഓൺലൈനിൽ 8 മണിക്ക് സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പുസ്തക നിരൂപണ പരിപാടി. SNM ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ട് അവതരിപ്പിക്കാറ്. അവർക്ക് ഇതുപോലെ പരീക്ഷാ സമയങ്ങളിൽ തിരക്ക് വരുന്ന നേരങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കും, അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ അധ്യാപകർ പുസ്തകങ്ങൾ അവതരിപ്പിക്കും, അല്ലെങ്കിൽ കോളേജ് ലൈബ്രറിയൻ ഉൾപ്പെടുന്ന അനധ്യാപകർ പുസ്തകങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെ ലോകമെമ്പാടും നിന്ന് നിരവധി പുസ്തക പ്രേമികൾ വ്യാഴാഴ്ച പുസ്തക വായനയുടെയും അതിൻ്റെ ചർച്ചയുടെ ഒക്കെ പേരിൽ ഒരു ഔപചാരികത എന്നതിനേക്കാൾ സാധ്യമാകുന്ന വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ കൂടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. 2022-23 അക്കാഡമിക് വർഷം ഇതുപോലെ ജൂണിലെ ഒരു മഴക്കാല രാത്രിയിലായിരുന്നു വ്യാഴാഴ്ച വായനാഴ്ച ജനിച്ചത്. 5-ാമത്തെ വർഷത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വായനാഴ്ചയാണെന്ന് ഗ്രന്ഥരചയിതാക്കളും ഈ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുത്ത് അവരുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്ന് അവസരം ലഭിക്കുന്നതും സ്ഥിരമായി പങ്കെടുക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. സ്വാധീനിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും വായനയിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവുകൾ പങ്കുവയ്ക്കാനുള്ളൊരു സൗഹൃദ സ്ഥലം കൂടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. ഒരു പുസ്തകത്തിന്റെ കഥ മാത്രമല്ല അന്നൊരു രാത്രി പറയുന്നത്. നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ചിന്തകൾ എന്തൊക്കെയാണ്, അതെല്ലാം എങ്ങനെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് വരെ ഇവിടെ സംവാദ വിഷയമാകാറുണ്ട്. വായനയെ ഒരു വ്യക്തിഗത അനുഭവത്തിൽ നിന്ന് ഒരു കൂട്ടായ ഒരു സാംസ്കാരിക അനുഭവമാക്കി മാറ്റുകയാണ് വ്യാഴാഴ്ച വായനാഴ്ചയുടെ ലക്ഷ്യം. ഓരോ ആഴ്ചയും ഒരു പുതിയ പുസ്തകവും പുതിയ കാഴ്ചപ്പാടും പുതിയ തിരിച്ചറിവൊക്കെ നമ്മളിങ്ങനെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ കാത്തിരിക്കുകയാണ്. ഇന്ന് യാത്ര എന്നൊരു വാക്കാണ് ഞാൻ ഈ ആമുഖത്തിൽ അധികം പറഞ്ഞത്. കാരണം ഒരു യാത്രാ പുസ്തകമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നതും എൻ്റെ എഴുത്തുകാരനും നമ്മൾ സംവദിക്കുന്നതും. വായിക്കുന്നവരും വായിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ പങ്കെടുക്കേണ്ട ഈ വായനാ വിരുന്നിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വായിക്കാം, വായന തുടരാം, നിന്നുപോയ വായനയെ നമുക്ക് പുനരാരംഭിക്കാം. കൂടുതലും വേറിട്ട രീതികളിൽ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങാം. കുറേ കൂടി പ്രകാശമുള്ള മനുഷ്യരായി മാറാം. അതുപോലെ ആശയങ്ങൾ പങ്കുവയ്ക്കാം, ഒരുമിച്ച് വളരാം. ഇന്ന് പരിപാടിക്ക് സ്വാഗതം പറയുന്നത്
ചിഞ്ചിന ജോഷിയാണ്. ചിഞ്ചിന നമ്മുടെ 2024-26 അക്കാഡമിക് വർഷത്തെ നാച്ചുറൽ സയൻസ് ബി.എഡ് വിദ്യാർത്ഥിനിയായിരുന്നു. സർവോപരി ഈ 2026 സർവകലാശാല തലത്തിൽ 1ാം റാങ്കോടുകൂടി പാസ്സായ വിദ്യാർത്ഥിനിയാണ് ചിഞ്ചിന ജോഷി. ചിഞ്ചിനിയെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ്. ചിഞ്ചിന. താങ്ക് യു സർ. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദരണീയയായ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിസ്നി പി.എസ്. മിസ്സിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ കണ്ട ശ്രീലങ്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ പ്രമോദ് ഇരുമ്പഴി സർ ഇന്നീ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനാണ്. SNM ട്രെയിനിങ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നല്ലൊരു ഗ്രന്ഥകാരനും ഭാഷാശാസ്ത്രജ്ഞനും കൂടിയായ ഡോക്ടർ പ്രമോദ് ഇരുമ്പഴി സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പുസ്തക നിരൂപണം നടത്തി നമ്മോട് സംസാരിക്കുന്ന SNM ട്രെയിനിങ് കോളേജ് ലൈബ്രറിയൻ മോണിക്ക PM-നെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര KS മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഡോക്ടർ അക്ഷയ TS-നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പുസ്തക ആസ്വാദകരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദി ചിഞ്ചിന. ഇന്ന് ഒരു സവിശേഷ ലക്കമാണ്. പറഞ്ഞ പോലെ 5ാം വാർഷികത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വായനാഴ്ച ലക്കാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷാ തിരക്കിലായപ്പോൾ അവതരിപ്പിക്കാൻ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നത് നമ്മുടെ SNM ട്രെയിനിങ് കോളേജിന്റെ UGC ലൈബ്രറിയനായിട്ടുള്ള മോണിക്ക ആണ്. മോണിക്ക PM. മോണിക്കയെ കുറിച്ച് 2 വാക്ക് പറയാതെ വയ്യ. കാരണം മോണിക്ക അത്രയും ഊർജ്ജസ്വലയായിട്ടുള്ളൊരു ലൈബ്രറിയനാണ്. BSc ഫിസിക്സ് ബിരുദധാരിയാണ്. MES അസ്മാബി കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് BLIC ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിൽ നിന്ന്, ശേഷം രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന് MLIC പാസ്സായി. പിന്നെ അതിന് പുറമെ ലൈബ്രറി ഓട്ടോമേഷനിൽ നമ്മുടെ മോണിക്ക മാം ഡിപ്ലോമ നേടിയിട്ടുണ്ട്. UGC നെറ്റൊക്കെ നേടി. അതിനുശേഷം കഴിഞ്ഞ വർഷം ജൂലൈ 17-ന് നമ്മുടെ കോളേജിൽ വളരെ അഭിമാനപൂർവ്വം ജോലിക്ക് പ്രവേശിച്ചു. മാം വന്നതിന് ശേഷം ലൈബ്രറി വളരെ മാറ്റങ്ങളായിരുന്നു. ഒരുപാട് പരിപാടികളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം സെമിനാറുകളും അങ്ങനെയുള്ളതും, പിന്നെ ലൈബ്രറിയിലേക്ക് കൂടുതൽ മനുഷ്യരെ എങ്ങനെ ആകർഷിക്കാമെന്നത് നന്നായി അറിയാവുന്ന, നല്ലവണ്ണം പുഞ്ചിരിക്കുന്ന, നല്ലവണ്ണം സംസാരിക്കുന്ന, നല്ലവണ്ണം വായിക്കുന്ന മോണിക്ക മാമിനെ ഇന്നത്തെ പുസ്തകാവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് ബിസിനി മിസ്, മുഖ്യാതിഥി പ്രമോദ് സാർ, ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ സാർ, ഹീര മിസ്, സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ്, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹൃദയരെ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകത്തിന്റെ പേര് ഞാൻ കണ്ട ശ്രീലങ്ക. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ പ്രമോദ് ഇരുമ്പഴി. ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഗസ്റ്റ് ലെക്ചർ, സംവാദത്തിന്റെ പുസ്തകം, ഔഷധ സസ്യങ്ങൾ, ശാസ്ത്രീയ നാമങ്ങളും ചികിത്സാവിധികളും, മലപ്പുറം ഭാഷ, നാട്ടുവൈദ്യം,
യാത്രയുടെ കയ്യൊപ്പ്. ഞാൻ കണ്ട ശ്രീലങ്ക എന്ന ഈ പുസ്തകം ഒരു യാത്രാവിവരണമാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബോധി ബുക്സ് ആണ്. ആദ്യമായി പബ്ലിഷ് ചെയ്ത വർഷം 2025 നവംബറിലാണ്. 200 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വിലയായി വരുന്നത്. ഈ പുസ്തകത്തിന്റെ ആദ്യ 9 ഭാഗങ്ങളിൽ ശ്രീലങ്കയിലേക്കുള്ള യാത്രയും 10 മുതൽ 14 വരെയുള്ള ഭാഗത്ത് മറ്റ് യാത്രകളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. യാത്രയെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. പരിചിതരല്ലാത്ത ആളുകൾ, പരിചിതമല്ലാത്ത ഭൂപ്രകൃതി, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വ്യത്യസ്ത സംസ്കാരം എന്നിവയെല്ലാം പരിചിതമാകുന്നത് ഈ യാത്രകളിലൂടെയാണ്. മലയാളികളെ സംബന്ധിച്ച് യാത്രയെ കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവുമെന്ന് രണ്ടായി തിരിക്കാം. കൊറോണ എന്നൊരു പാഠം ജീവിതം അപ്പോൾ ജീവിച്ചു തീർക്കേണ്ടതും മാറ്റിവെക്കപ്പെടേണ്ടതുമല്ല എന്ന സന്ദേശമാണ്. അതിനുശേഷമുള്ള ഓരോ ഒഴിവു ദിനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഒഴുക്കിലാണ്. മലയാളികൾക്ക് യാത്രയോടുള്ള കൂടുതൽ ഇഷ്ടം നൽകിയത് സഞ്ചാരം ടിവിയുടെ ഉടമയായ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ യാത്രകളുടെ അനുഭവങ്ങൾ ആരും തന്നെ എഴുതി വയ്ക്കുന്നില്ല എന്നത് ഒരു സങ്കടം തന്നെയാണ്. എഴുതാനുള്ള മടിയോ വാക്ചാതുര്യം ഇല്ല എന്ന തോന്നലായിരിക്കാം അതിനുള്ള കാരണം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മനോഹരമായ വീഡിയോകളായും റീൽസുകളായും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നിറഞ്ഞൊഴുകുന്നുണ്ട്. ആ ഒഴുക്കിന്റെ ഇടയിൽപ്പെട്ട് നമ്മുടെ മനസ്സും അറിയാതെ തിരയടിക്കുന്നുണ്ട് യാത്രകൾക്കായി. ഞാൻ കണ്ട ശ്രീലങ്ക എന്ന പുസ്തകം വളരെ ലളിതമായ ഭാഷയിൽ നമ്മോട് സംവദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഗൾഫ് രാഷ്ട്രത്തിൽ ജോലി ചെയ്യാനുള്ള മലയാളികളുടെ ഒഴുക്ക് പോലെ പഴയകാലത്ത് സിലോൺ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിലേക്കായിരുന്നു യാത്ര. ഭൂപ്രദേശം കൊണ്ടും ഭാഷ കൊണ്ടും അപരിചിതമായൊരു സ്ഥലമാണെന്ന തോന്നൽ ശ്രീലങ്കയോട് നമുക്കില്ല. ഡോക്ടർ പ്രമോദ് ഇരുമ്പഴി എന്ന രചയിതാവ് ശ്രീലങ്കയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് സുഹൃത്തായ വിമലുമൊത്താണ്. 2025 മെയ് മാസത്തിലാണ് ഈ യാത്രയുടെ ആരംഭം. അദ്ദേഹം സന്ദർശിക്കുന്ന 20ാമത് രാജ്യമാണ് ശ്രീലങ്ക. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സകുടുംബമായി ശ്രീലങ്ക സന്ദർശിക്കാനായി ആഗ്രഹവും ശ്രമവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാലത്താണ് ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതും ഏറെ കൊതിച്ച ആ യാത്ര അദ്ദേഹത്തിന് നടക്കാതെ പോകുന്നതും. 1.5 വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും ലഭിച്ച ലതിക വിവേകാനന്ദൻ രചിച്ച ശ്രീലങ്കൻ ഡയറി വായിക്കുകയും ശ്രീലങ്കയിലേക്കുള്ള യാത്രയുടെ മോഹം മനസ്സിൽ പൂവണിയുകയും ചെയ്തു. കുറഞ്ഞ ചിലവിൽ കടൽ മാർഗം വിദേശത്തേക്ക് പോകാൻ പറ്റിയ ഏക രാജ്യമാണ് ശ്രീലങ്ക. യാത്ര തീയതി നിശ്ചയിച്ച ഉടൻ തന്നെ അവർ ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. ശ്രീലങ്കയിലേക്ക് പോയ സുഹൃത്തുക്കളോട് ചോദിച്ചും ഇന്റർനെറ്റ് നോക്കിയും കാണേണ്ട സ്ഥലങ്ങളെപ്പറ്റി ഒരു ഏകദേശ ധാരണ രചയിതാവ് ഉണ്ടാക്കി. അടുത്ത ചിന്ത ചിലവിനെ കുറിച്ചായിരുന്നു. ഇന്ത്യയുടെ രൂപയുടെ മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രീലങ്കയുടെ രൂപയുടെ മൂല്യം കുറവാണെങ്കിലും ജീവിത ചിലവ് കൂടുതലായാണ് രചയിതാവിന് അനുഭവപ്പെട്ടത്. വളരെ ചിലവ് കുറഞ്ഞ മാർഗങ്ങളായ ബസ്, തീവണ്ടി, വെസൽ, ഓട്ടോറിക്ഷ എന്നിവയാണ് ഈ യാത്രയിൽ മുഴുവനായി അദ്ദേഹം ഉപയോഗിച്ചത്. ഭൂവിസ്തൃതിയിൽ നമ്മുടെ കേരളത്തിന്റെ ഇരട്ടിയോളം ഉണ്ടെങ്കിലും ജനസംഖ്യ 2,20,00,000 മാത്രമാണ് ഉള്ളത്. ചിലവ് കുറയ്ക്കുന്നതിനായി ഭക്ഷണം കഴിച്ചതെല്ലാം ചെറിയ ഹോട്ടലുകളിലും ചെറിയ തട്ടുകടലുകളിൽ നിന്നുമാണ്. കേരളത്തിലെ വിഭവങ്ങളായ പുട്ടിന്റെയും ഇഡലിയുടെയും ചോറിന്റെയും ശ്രീലങ്ക അതുകൊണ്ട് തന്നെ അവർ യാത്ര തിരുവാരൂരിലേക്കാക്കി. പോകാനുള്ള കാരണം ക്ഷേത്രങ്ങളിലെ രഥങ്ങളിൽ ഏറ്റവും വലുത് അവിടെയാണല്ലോ. അതിലുപരി കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ
എന്നിവരുടെ ജന്മഗൃഹവും തിരുവാരൂരിലാണല്ലോ. നാഗപട്ടണത്ത് നിന്ന് ബസ്സിലാണ് തിരുവാരൂരിലേക്ക് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ബസ് ചാർജ് കുറവാണ് തമിഴ്നാട്ടിൽ. തിരുവാരൂരിൽ ബസ് ഇറങ്ങി വഴിയിൽ കണ്ട ആളോട് വഴി ചോദിച്ചപ്പോൾ പക്കത്തിലാണ് എന്ന് പറഞ്ഞെങ്കിലും നടന്നു തുടങ്ങിയപ്പോഴാണ് പക്കം അത്ര പക്കമല്ലെന്ന് തോന്നി തുടങ്ങിയത്. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനായി ഒന്ന് രണ്ട് പേരോട് വഴി ചോദിച്ചപ്പോൾ ത്രിമൂർത്തികളുടെ വീട് അവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അവസാനം അന്വേഷണം ശ്യാമശാസ്ത്രികളുടെ വീട്ടിലെത്തി. തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ത്യാഗരാജസ്വാമികളുടെ വീടും സന്ദർശിച്ചു. അപ്പോഴേക്കും സന്ധ്യയായി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അതായിരുന്നു അവരുടെ ആദ്യ ദിവസം. രണ്ടാമത്തെ ദിവസത്തെ യാത്ര ജാഫ്നയിലേക്കായിരുന്നു. ജാപ്പാണം എന്നാണ് അവിടുത്തുകാർ ജാഫ്നയെ പറയുന്നത്. പണ്ട് കേരളത്തിലും ജാപ്പാണം പുകയില പ്രസിദ്ധമായിരുന്നല്ലോ. കടൽമാർഗം വഴിയാണ് ജാഫ്നയിലേക്ക് അവർ യാത്ര തിരിച്ചത്. കപ്പലിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സംഘം ആളുകൾ കപ്പലോട്ടക്കാരനുമായി ഇന്റർവ്യൂ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ കാരണം തിരക്കിയപ്പോഴാണ് കപ്പൽ യാത്ര പുനരാരംഭിച്ചതിന് ശേഷം ഇന്നേക്ക് 100 ദിവസമാകുന്നു. എന്തായാലും ഈ സന്തോഷത്തിൽ വിമാനയാത്രയാണ് ബോറിംഗ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ യാത്രയിലാണ് വിമാനയാത്രയേക്കാൾ ബോറിംഗ് ആണ് കപ്പൽ യാത്രയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ചെറുതായി ഓളം വെട്ടുന്ന നീലനിറമുള്ള കരകാണാ കടൽ മാത്രമാണ് ആകെ കാണാവുന്നത്. ഏകദേശം 4 മണിക്കൂർ ആകാറായപ്പോഴേക്കും ശ്രീലങ്കയുടെ കരഭാഗം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മനസ്സിൽ വലിയൊരു സന്തോഷം അദ്ദേഹത്തിന് തോന്നി. പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് ഇന്ത്യൻ രൂപ കൊടുത്ത് ശ്രീലങ്കൻ രൂപ വാങ്ങുകയായിരുന്നു. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ഡയലോഗ് എന്ന കമ്പനിയുടെ സിമ്മും അദ്ദേഹം വാങ്ങി. അതിനുശേഷം ജാഫ്നയിലെ കോട്ട കാണാനിറങ്ങി. ചുറ്റിലും നോക്കുമ്പോൾ എല്ലാം നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത വീട് പോലെയാണെന്ന് അവിടുത്തെ വീടുകൾ. ഈ ജാഫ്ന കോട്ട എന്ന് പറയുന്നത് 1618 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. ഒരു കായലിന്റെ തീരത്താണ് ഈ കോട്ട. ശ്രീലങ്കയിലെ ടിക്കറ്റ് ചാർജ് വളരെ കൂടുതലാണ്. വിദേശികളായതുകൊണ്ടാകാം കോട്ടയിൽ കയറാൻ 750 രൂപയാണ് ചിലവായത്. അതിനാൽ തന്നെ പുറമേ നിന്ന് മാത്രമേ കോട്ടയെ അവർ നോക്കിക്കണ്ടുള്ളൂ. മൂന്നാമത്തെ ദിവസത്തെ യാത്ര അനുരാധപുരയിലേക്കായിരുന്നു. യാത്ര തീവണ്ടിയിലാണ്. തീവണ്ടി അന്വേഷിച്ചു ചെന്നപ്പോൾ തീവണ്ടി ക്യാൻസൽ ചെയ്തു എന്ന ഉത്തരമാണ് അവിടെ നിന്ന് ലഭിച്ചത്. പിന്നെ 8 മണിക്കുള്ള ബസ്സിനായി അവർ കാത്തിരുന്നു. ശ്രീലങ്കയിലെ സർക്കാർ ബസ്സിന് പിങ്ക് നിറമാണ്. മൊത്തം ബസ് സർവീസിന്റെ 20% സർക്കാർ ബസ്സാണ്. മാന്തോപ്പുകളും പനന്തോപ്പുകൾക്കും ഇടയിലുള്ള ഒരു സുന്ദര യാത്രയാണെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരു സ്ഥലപ്പേര് കണ്ടു. പേര് മറ്റൊന്നുമല്ല, കിളിനൊച്ചി. തമിഴ് പുലികളുടെ ആസ്ഥാനങ്ങളിൽ പ്രധാനം. അവിടുത്തെ ശ്രീലങ്കക്കാർക്ക് ഇന്ത്യക്കാരോട് വളരെ ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനുള്ളൊരു കാരണം അവിടെ സാമ്പത്തിക തകർച്ച വന്നപ്പോൾ ഇന്ത്യയുടെ സഹായം എത്തിയിരുന്നു. ബസ്സിറങ്ങിയതിനു ശേഷം ഓട്ടോ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. ശ്രീലങ്കയിലെ ഓട്ടോയെ പറയുന്നത് ടുക് ടുക് എന്നാണ്. ഓട്ടോയുടെ ഡ്രൈവറായ അജിത്തിനെ പരിചയപ്പെട്ടതും ഇന്ന് കാണേണ്ട സ്ഥലങ്ങളെ പറ്റിയും ഇതിൽ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ പ്രധാനമായും ബുദ്ധ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 75% ബുദ്ധമതക്കാരാണെന്നാണ് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട്. ആദ്യം അവർ പോയത് റോയൽ ഗാർഡനിലേക്കാണ്. തടാകത്തിന്റെ സമീപത്ത് തന്നെ ഇസുരുമുനിയ എന്ന ബുദ്ധമത ക്ഷേത്രവും അവർ സന്ദർശിച്ചു. പുരാതന കാലത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. ശ്രീലങ്കയിൽ അങ്ങനെ ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളുള്ളതായി പറയുന്നുണ്ട്. ഇസുരുമുനിയ സന്ദർശിച്ചതിനു ശേഷം അവർ പോയത് ജയശ്രീ മഹാബോധി ക്ഷേത്രത്തിലേക്കാണ്. തിരിച്ചുള്ള വഴിയിൽ ഒരു വെള്ള നിറത്തിലുള്ള ഒരു ഭീമാകാരമായ ഒരു മഹാസ്തൂപം. തമിഴ് പുലികളെ തോൽപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ സ്തൂപം പണിതതെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശ്രീലങ്കയുമായി പുരാതന കാലത്ത് ബന്ധമുണ്ടായിരുന്ന ഒരു കലിംഗ രാജാവിന്റെ സ്മാരകത്തിന് മുൻപിലും അവർ വണ്ടി നിർത്തി. പിറ്റേ ദിവസം അവർ വീണ്ടും യാത്ര തുടർന്നു. റൺഗിരി ഗുഹാക്ഷേത്രവും ഗോൾഡൻ ടെമ്പിളും സിഗിരിയിലെ റോക്കുമാണ് അവർ കാണാൻ തീരുമാനിച്ചത്.
അനുരാധപുരത്ത് നിന്ന് രാവിലെ തന്നെ അവർ ഡംബൂളയിലെത്തി. ഡംബൂളയിലാണ് റൺഗിരി ഗുഹാക്ഷേത്രവും ഗോൾഡൻ ടെമ്പിളും. റൺഗിരി ഗുഹാക്ഷേത്രത്തിൽ കയറുന്നതിനുള്ള ചാർജ് 2000 രൂപയെന്നാണ് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഇന്ത്യയിൽ ഏകദേശം 42 ഇടങ്ങളെയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ പശ്ചിമഘട്ടം മാത്രമാണ് ആ പൈതൃക പട്ടികയിൽ ഉള്ളത്. എന്നാൽ പശ്ചിമഘട്ടം കേരളത്തിൻ്റെതു മാത്രമല്ല എന്നും നമുക്കറിയാം. മട്ടാഞ്ചേരിയിലെ കൊട്ടാരവും ഇടയ്ക്കൽ ഗുഹയുമെല്ലാം ഭാവിയിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഈ രചയിതാവ് പറയുന്നുണ്ട്. റൺഗിരിയുടെ ഗുഹാക്ഷേത്ര മുറ്റത്ത് ആമ്പലും താമരയും എല്ലാം വിരിഞ്ഞു നിൽക്കുന്ന 2 ചെറിയ കുളങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഹ്ലാദം തോന്നി. ഗോൾഡൻ ടെമ്പിളിൽ ബുദ്ധൻ ധ്യാനത്തിൽ ഇരിക്കുന്ന വലിയ പ്രതിമയും അവർ കണ്ടു. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഹിന്ദു മതത്തിന്റെ വിപ്ലവ സന്തതിയാണ് ബുദ്ധമതവും ജൈനമതവും. ഹിന്ദു മതത്തിലെ വിഗ്രഹാരാധനയോടുള്ള എതിർപ്പും ബുദ്ധമത രൂപീകരണത്തിന് കാരണമായി എന്ന് രചയിതാവ് പറയുന്നുണ്ട്. പിന്നീട് അവർ യാത്ര തിരിച്ചത് സിഗിരിയിലേക്കാണ്. സിഗിരിയ എന്നാണ് വായിക്കുക എങ്കിലും അവിടുത്തെ നാട്ടുകാർ പറയുന്നത് സിഗിരി എന്നാണ്. സിഗിരിയിലെ ലയൺ റോക്ക് ലോക പ്രശസ്തമാണ്. ലയൺ റോക്ക് കാണാനുള്ള ടിക്കറ്റിന്റെ ചാർജ് 2200 രൂപയാണെന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ പോയത് കാണ്ടിയിലേക്കാണ്. സിഗിരിയിൽ നിന്ന് കാണ്ടിയിലേക്കുള്ള ദൂരം 90 കിലോമീറ്റർ ആണ്. അതൊരു ഹൈ റേഞ്ച് മേഖല ആണെന്നാണ് പറയുന്നത്. കാണ്ടി എന്നാൽ മലയാളത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പ്രദേശം അല്ലെങ്കിൽ പറമ്പ് അങ്ങനെയൊക്കെയാണ്. വയനാട്ടിലേക്കോ ഊട്ടിയിലേക്കോ പോകുന്ന പോലെ വലിയ ഹെയർപിൻ വളവൊന്നും ഇവിടെ കാണാനില്ല. റോഡരികിലെ വീടുകളുടെ വലിപ്പം കണ്ടാൽ നാട്ടുകാരിൽ ചിലർ ധനികരുണ്ട് എന്ന് തോന്നും. മലപ്പുറത്തെ വലിയ വീടുകളെ ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോഴാണെന്ന് രചയിതാവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് അവർ പോയത് ദലേഗ മലേഗാവ എന്ന ക്ഷേത്രത്തിലേക്കാണ്. അതിന്റെ സമീപത്താണ് റോയൽ പാലസും 3 ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉള്ളത്. ഇതിന്റെ പ്രവേശന ടിക്കറ്റായി പറയുന്നത് 1500 രൂപയാണ്. അതിന് തൊട്ടടുത്ത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എഴുത്തുകാരൻ സസ്യവൈവിധ്യം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാനുള്ള ഇഷ്ടം ഈ പുസ്തകത്തിൽ ഈ സമയത്ത് പ്രകടമാകുന്നുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ വിത്തുള്ള സസ്യമായ കൊക്കേഡി മൈർ എന്ന് പറയുന്ന സസ്യം ബൊട്ടാണിക്കൽ ഗാർഡനിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ചില ആയുർവേദ മരുന്നിലെല്ലാം ഇത് ചേർക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. രചയിതാവിന്റെ അച്ഛൻ ഒരു വൈദ്യരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഒരറിവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കാണ്ടി പട്ടണത്തിലെ പച്ചക്കറി മാർക്കറ്റിലൂടെ അവർ നടന്നു. പിറ്റേ ദിവസം കൊളംബോയിലെ ബീച്ചും മ്യൂസിയങ്ങളും പേട്ട മാർക്കറ്റും കാണുവാൻ അവർ ഇറങ്ങി. താമസസ്ഥലത്തിനടുത്തുള്ള ഒരു ബീച്ചിലേക്കാണ് അവർ ആദ്യം യാത്ര തിരിച്ചത്. ശ്രീലങ്കയുടെ നാവിക ചരിത്രം രേഖപ്പെടുത്തുന്ന മ്യൂസിയമാണ് മാരിടൈം മ്യൂസിയം എന്ന് പറയുന്നുണ്ട്. മാരിടൈം മ്യൂസിയം കണ്ടതിനു ശേഷം പേട്ട മാർക്കറ്റിലേക്ക് അവർ ലക്ഷ്യം വെച്ചു. പേട്ടയിൽ നിന്ന് പോയത് നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഏകദേശം 2500 രൂപയാണ് അത് കാണാനായി വരുന്നത്. മറ്റ് പുസ്തകങ്ങളിൽ ഒന്നും കാണാത്തതുപോലെ സഞ്ചരിക്കുന്ന രീതിയും താമസിക്കുന്ന സ്ഥലങ്ങളും മാത്രമല്ല, എത്ര രൂപ ചെലവായി എന്നതുകൂടെ രചയിതാവ് ഓരോ യാത്രയിലും ഭാഗങ്ങളിലും എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ചിലവുകളുടെ ഒരു കണക്ക് കൂടി നമുക്കതിൽ കിട്ടും. കൊളംബോയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ജാഫ്നയിലേക്ക് പോയി. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി അവർക്ക്. നഗരത്തിൽ തന്നെ കാണാൻ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ചായി പിന്നീട് അവരുടെ ചിന്ത. നല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം, ശങ്കീലിയന്റെ രണ്ടാമന്റെ കൊട്ടാരം, ജാഫ്ന പബ്ലിക് ലൈബ്രറി എന്നീ സ്ഥലങ്ങളാണ് അവർ പോകാൻ തിരഞ്ഞെടുത്തത്. പിറ്റേ ദിവസം അവർ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായി. ശ്രീലങ്കയിലേക്ക് വന്നപ്പോൾ വെസലിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം ലഭിച്ചിരുന്നു. തിരിച്ചു പോയപ്പോൾ അത് ലഭിച്ചില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ 9 ദിവസത്തെ ശ്രീലങ്കൻ യാത്ര കഴിഞ്ഞ് അവർ തിരികെ നാട്ടിലെത്തി. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് 5 സ്ഥലങ്ങളിലേക്ക് നടത്തിയ യാത്രകളെ വളരെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് കൊല്ലങ്കോട്ടേക്കാണ്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹ്യ മാധ്യമം ഇന്ത്യയിലെ മികച്ച 10 സുന്ദര ഗ്രാമങ്ങളിലൊന്നായാണ് കൊല്ലങ്കോടിനെ തിരഞ്ഞെടുത്തത്. കൊല്ലങ്കോട്ടിലെ കുടിലിടവും റീൽസുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയും
സിതാർകുണ്ട് വെള്ളച്ചാട്ടവും കറുപ്പുസ്വാമി ഭഗവതി ക്ഷേത്രവും കണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. മറ്റൊന്ന് തോക്കിൻ കുഴലുകൾ ഭയപ്പെടുന്ന കൊഹിമയുടെ രാത്രിയെക്കുറിച്ചാണ്. പൊന്നാനിയിലെ രസകരമായ ഒരു ബോട്ടോർമയെക്കുറിച്ച്, കേദർനാഥിനെ കുറിച്ച്, ഇന്ത്യയിലെ അവസാന ഗ്രാമമായ മനഗ്രാമത്തെക്കുറിച്ചും കൂടി ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തായി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കണ്ട ശ്രീലങ്ക എന്ന ഈ യാത്രാ വിവരണം വായിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ശ്രീലങ്കയിൽ പോയാൽ വളരെ ചിലവ് കുറച്ച് എങ്ങനെയൊക്കെ സഞ്ചരിക്കാമെന്നും, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് റൂമുകൾക്ക് പൈസ കൂടുതലെന്നും, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ചാലാണ് അമിതമായി ചിലവ് വരുന്നതെന്നും ഒക്കെയുള്ള രീതിയിൽ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തെയും പ്രവേശന ഫീസും എല്ലാം കൃത്യമായി തന്നെ പറയുന്നത് കൊണ്ട് ശ്രീലങ്കയിലേക്ക് എടുക്കുന്ന യാത്രാ ചിലവ് നമുക്ക് ഏകദേശം കണക്കാക്കാനൊക്കെ ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു യാത്രാനുഭവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ സന്തോഷം മോണിക്ക മാം. താങ്ക് യു സർ. വളരെ കുറച്ച് സമയം കൊണ്ട് വിപുലമായൊരു യാത്ര നടത്തി വന്ന പോലെ ഇത്ര സമയം കൊണ്ട് മാമിനെ കേട്ട ഞങ്ങളും ശ്രീലങ്കയിൽ പോയി അവിടേക്ക് ഉടനീളം മാഷിന്റെ കൂടെ നടന്ന് കണ്ടു വന്നൊരു പ്രതീതിയുണ്ട്. ഒരുപക്ഷെ യാത്രയ്ക്കും വായനയ്ക്കും ഒരുപോലെ പ്രചോദനമായിട്ടുള്ളൊരു ചെറിയ അവതരണം, അതിന് പ്രത്യേകം ഞങ്ങൾ എല്ലാവരും നന്ദി പറയുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു യാത്രാ പുസ്തകത്തിന്റെ മനോഹരമായ ഒരു വായനയായിട്ട് തന്നെ അതിന് കാണുകയാണ്. കൂടുതൽ സമയമെടുത്ത് പറയേണ്ട ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ അനുബന്ധമായിട്ട് ഉള്ള യാത്രകളുടെ വിവരണങ്ങളും കാണുമ്പോൾ നമുക്കും അത്തരം സ്ഥലങ്ങൾ പോയി വരുമ്പോൾ എഴുതാനുള്ളൊരു പ്രചോദനം കൂടി ഈ പുസ്തകം തരുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർത്തൊരു പുസ്തകമായിരുന്നു. കാരണം ഇത്രയും ലളിതമായിട്ടുള്ളൊരു ഭാഷയും ഒരു ഗഹനായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, വളരെ ലാളിത്യത്തോടു കൂടിയിട്ടാണ് എല്ലാം അവതരിപ്പിക്കുന്നത്. പക്ഷെ കണ്ടുവന്ന ഒരു പ്രതീതിയും നമുക്ക് ശ്രീലങ്ക കാണാൻ പോവാൻ ഒരു ത്വരയുണ്ടാക്കുകയും പോകാൻ പറ്റാത്തവർക്ക് തൽക്കാലം ഇങ്ങനെ വായിച്ച് ആശ്വാസമടയാനും സഹായിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ശ്രീലങ്കൻ മലയാള പുസ്തകങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ പ്രസീത എഴുതിയുള്ള ശ്രീലങ്കായൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് രസകരമായിരുന്നു. എന്തായാലും മാഷിന്റെ വ്യക്തിത്വം ഇതിൽ നല്ലവണ്ണം തെളിഞ്ഞു കാണുന്നുണ്ട് അല്ലെ? പൈസയുടെ കണക്കൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. മാഷ് പണ്ടും അങ്ങനെയാണ്, കണക്ക് പുസ്തകമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ മാഷിന്റെ വ്യക്തിത്വം അതിൽ വരുന്നുണ്ട്. പിന്നെ ഇനി പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കവചം കൂടിയാണ് ഈ പുസ്തകം, അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും ലോകം തന്നെ ഒരു പുസ്തകമാണ്. നമ്മള് യാത്ര ചെയ്യുമ്പോൾ വായനയാണ് നടത്തുന്നത്. അപ്പൊ യാത്ര ചെയ്യാത്തവർക്ക് അതിലൊരു പേജ്, സ്വന്തം നാട് എന്നുള്ള ഒരു പേജ് മാത്രമാണ് വായിക്കുന്നത് എന്നുള്ളത് പറയാം. മാഷ് 20ഓളം രാജ്യങ്ങള് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ത്യയിലെ 24ഓളം സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. നാട്ടുവൈദ്യത്തിലാണ് ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴിയുടെ ഗവേഷണ പ്രബന്ധം. സർവോപരി അദ്ദേഹം ഒരു വലിയൊരു നിരീക്ഷകനാണ്. ഭാഷയും മനുഷ്യനെയും രാജ്യങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൈഗുരുഡ് എന്ന് പറഞ്ഞ ഒരു ഗൂഢഭാഷയുണ്ട്. മലപ്പുറം ഭാഷ മൈഗുരുഡ് എന്ന് പറഞ്ഞ പുസ്തകം അതിൻ്റെതാണ്. ആ രഹസ്യ ഭാഷയുടെ ഒരു പ്രചാരകൻ കൂടിയാണ് നമ്മുടെ ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി മാഷ്. പ്രമോദ് മാഷിനെ തൻ്റെ എഴുത്തനുഭവങ്ങളും യാത്രാനുഭവങ്ങളും പങ്കുവയ്ക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. വളരെ സ്നേഹാദരത്തോടു കൂടി ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ മാഷാണ്. ഞാനിന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. മാഷിന്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ മാഷിന്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതികളിലുള്ള മെസ്സേജുകൾ വന്നു. മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പുസ്തകം അയച്ചത്. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യാഴാഴ്ച വായനാഴ്ച എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് ഈ പുസ്തകം ഉൾപ്പെടുത്തിയതിലുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനൊരു യാത്ര ഇതിനിടയിൽ ഈ പറഞ്ഞ 20 രാജ്യത്തിനപ്പുറത്ത് 21ാമത്തെ രാജ്യമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ സകുടുംബം തായ്ലൻഡ് പോയിരുന്നു. അപ്പോൾ അതിനു മുമ്പാണ് ഞാൻ മാഷോട് ഇത് നമുക്ക് എടുത്തൂടെ, നമ്മളെ
ഈ പുസ്തക ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരാമോ ചോദിച്ചപ്പോൾ മാഷ് സന്തോഷം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കത് അയക്കാൻ പറ്റിയത്. എന്തായാലും ഫലമായിട്ട് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു എഴുതി അവതരിപ്പിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നൊരു സംസാര ഭാഷയിലല്ല, കൃത്യമായി എഴുതി പിന്നെ വായിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി കുറിപ്പ് എഴുതി ആ കുറിപ്പുണ്ടാക്കി വായിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ? അതെ അതെ. ആ എന്തായാലും പ്രിൻസിപ്പളും ഫുൾ ടൈം ഇവിടെ നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ഹീരയുണ്ട്. ഏകദേശം 21 ആളാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. മാഷ് ഒരാശങ്ക പറഞ്ഞിരുന്നു, ഇന്ന് പല ആൾക്കാരെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ 2-3 സുഹൃത്തുക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഒരുപാട് പരിപാടികളും തിരക്കുകളുള്ള ആൾക്കാരാണ്. വീട്ടമ്മമാർക്കും എല്ലാവർക്കും നല്ല തിരക്കുള്ളൊരു സമയമാണ് ഈ 8 മണി 8:30 മണി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയത്. എന്തായാലും പുസ്തകത്തെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി എന്നർത്ഥത്തിൽ യാത്ര നല്ലത് ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ യാത്രയെക്കുറിച്ച് എഴുതാറ് വളരെ കുറവാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരു ചെറിയൊരു കുറിപ്പിട്ടാണ് വിടുന്നതല്ലാതെ കൂടുതലായിട്ട് എഴുതാറില്ല. പക്ഷേ കഴിഞ്ഞ ശ്രീലങ്കൻ യാത്രയുടെ സമയത്ത് എന്നും രാത്രി ഓരോ ദിവസവും യാത്ര കഴിഞ്ഞു വന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എഴുതിയതായിരുന്നു ഇതിലുള്ള കുറിപ്പുകൾ. ആ കുറിപ്പുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പിന്നീട് വരുത്തിയതുള്ളൂ. കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഒരുപാട് വിശദമായിട്ട് കാര്യങ്ങൾ പറയാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ അന്നത്തെ അനുഭവങ്ങൾ അന്ന് തന്നെ എഴുതി വെക്കുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ചിലവുകളെക്കുറിച്ചൊരു കണക്കുണ്ടാവും എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ട് ചിലവുകളെ കണക്കൊക്കെ കൃത്യമായി പറയാൻ അതാണ് കാരണം. പിന്നെ ശ്രീലങ്കയുടെ കൂടുതലായുള്ള ചരിത്ര വസ്തുതയിലേക്കൊന്നും പോകുന്നില്ല. സൂചനകളുണ്ട്, പക്ഷെ വിശദമായ രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ സഹയാത്രികനായിട്ടുള്ള വിമൽ കോട്ടക്കൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതിനിടെ പുറത്തിറങ്ങി, ഈ ശ്രീലങ്കൻ യാത്ര രാവണരാജ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇതിലേറെ വിപുലമായിട്ട് പറയുന്ന പുസ്തകമാണ്. പിന്നെ ഞാനിതിന് പ്രചോദകമായുള്ള ലതിക വിവേകാനന്ദൻ്റെ ശ്രീലങ്ക ഡയറീസ് എൻ്റെ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചൊരു പുസ്തകമായിരുന്നു. ലതിക വിവേകാനന്ദൻ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ സിലോൺ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ റേഡിയോയിൽ ജോലി ചെയ്തുകൊണ്ട് 28 വർഷത്തോളാണ് തോന്നുന്നു അവർ ജീവിച്ച അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അത് ഈ പുലികളുടെയൊക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ ശ്രീലങ്കയുടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവിടെ നടത്തുന്ന മൊത്തം കരിയും പുകയെന്ന് പറഞ്ഞ അനുഭവങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അവരെ പുസ്തകം വായിക്കുന്നതോടുകൂടിയാണ് അവരുമായിട്ട് പിന്നെ ഞാൻ സംസാരിക്കാൻ ഇടവരെയും, അവിടെ തൃശ്ശൂർ തന്നെയുള്ള അന്തിക്കാടാണ് അവരുടെ വീട്, അവരുമായിട്ട് സംസാരിക്കാൻ ഇടവരെയും അവരുടെ ഒരു നിർദ്ദേശങ്ങളും അവർ തന്നെ പറയും ഞാനും കൂടെ വരാം എന്നൊക്കെ പറഞ്ഞു. അവരുടെ മോൻ അവിടെ എപ്പോഴും പോവാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ട്രിപ്പുകൾ ഭൂരിഭാഗവും ഏറ്റവും ചെറിയ ടീമിനൊപ്പം പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എപ്പോഴുള്ള താല്പര്യം. അതുകൊണ്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ വിമൽ കോട്ടക്കൽ, മാതൃഭൂമി പത്രത്തിലെ ഒരു സീനിയർ റിപ്പോർട്ടറാണ്, അദ്ദേഹമാണ് എൻ്റെ കൂടെ, ഞങ്ങളുടെ സഹപാഠിയാണ്. അദ്ദേഹമാണ് എൻ്റെ കൂടെ കുറേ ആയിട്ട് 4-5 വർഷമായിട്ട് യാത്ര നമ്മളെ പോകുന്നു. ഇപ്രാവശ്യം അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും കൂടിയിട്ടാണ് തായ്ലൻഡ് പോയത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫാമിലിയായിട്ട് തന്നെ യാത്ര പോയിട്ടുണ്ട്. പിന്നെ യാത്ര ശ്രീലങ്കയിലേക്കാവുമ്പോൾ വേറെ ചില വിയറ്റ്നാം, കംബോഡിയ സ്ഥലത്തേക്കൊക്കെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കേരളവുമായി എന്തെല്ലാം വ്യത്യസ്തതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പരിഗണിക്കാനാണ് പലപ്പോഴും നോക്കിയത്. അവിടെ എത്തുന്ന സമയത്തൊക്കെ നമ്മളിൽ നിന്ന് എന്തെല്ലാം വ്യത്യസ്തതകൾ നമ്മളിങ്ങനെ കാണുന്നു, അതൊക്കെ മനസ്സിലാക്കുന്നു. ശ്രീലങ്കയിലേക്ക് വന്നിറങ്ങിയ മുതൽ കേരളവുമായുള്ള സമാനതകളിലേക്കായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത പോയത്. എന്തെല്ലാം സമാനതകൾ, അവിടുത്തെ സ്ഥലങ്ങൾ, അവിടുത്തെ മനുഷ്യന്മാർ, അവിടുത്തെ ഭാഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മുടെ മോണിക്ക മാഡം പറയുന്ന സമയത്ത് കപ്പലിൽ പോയി എന്ന് പറയുന്നത്, കപ്പലെന്ന് ഒരു ഒഫീഷ്യലി പറയാമെങ്കിലും ഈ ബോട്ടിനും കപ്പലിനും ഇടയിലുള്ള വെസ്സൽ എന്ന് പറയുന്ന ഏകദേശം 100-150 ആളൊക്കെ കൊള്ളാവുന്ന ഒരു വെസ്സലാണ് പോകുന്നത്. 4 മണിക്കൂറോളം യാത്രയാണ്. ശരിക്ക് കേരളത്തിൻ്റെ ഒരു തീരത്തുനിന്ന് ശ്രീലങ്കയിലേക്ക് 50 കിലോമീറ്റർ ദൂരമുള്ളൂ. പക്ഷേ ഈ നാഗപട്ടണത്ത് കുറേ ഉയരത്തിലാവുന്നു, കുറച്ച് മുകളിലാവുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെച്ചാൽ 250 കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും 4 മണിക്കൂറോളം എടുക്കുന്നത്.
അല്ലെങ്കിൽ ശരിക്കൊരു ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ശ്രീലങ്കയിൽ എത്താം. ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക രാമേശ്വരത്തു നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പൊതുവേ അതിശയോക്തി കലർത്തി ചിലർ പറയാറുണ്ട് വളരെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ ലങ്ക കാണാം, ഈ അവിടുന്ന് കാണാമെന്ന് പറയാറുണ്ട്. അതൊരു ഒരു അതിശയോക്തി മാത്രമാണ്, ഒരിക്കലും കാണില്ല. ഒരു 5-6 കിലോമീറ്ററിന് അപ്പുറത്തുള്ള കാണൂല. അല്ലെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലും അവിടെ നിന്നുള്ള അത്രയും വലിയ ലൈറ്റുകളോ മറ്റൊക്കെ വേണം, കാണാനും സാധ്യതയില്ല. പക്ഷെ അത്ര കുറച്ച് ദൂരേ ഉള്ളൂ. ഇതിപ്പോൾ ഈ നാഗപട്ടണത്തിനാവുന്നതുകൊണ്ട് ഏകദേശം 250ഓളം കിലോമീറ്റർ, അതുകൊണ്ടാണ് 4 മണിക്കൂർ എടുക്കുന്നത്. പിന്നെ അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഈ ജാഫ്നയിലുള്ള ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് എങ്ങടാ പോകുന്നത് എന്ന് മലയാളത്തിലൊരു ചോദ്യം ഉണ്ടായി. അപ്പൊ ഞാൻ ഒരു പ്രസ്താവന പറയുന്ന നിർബന്ധമായിട്ട് അറിഞ്ഞാൽ അവിടെ ജീവിക്കാൻ സുഖമാണ്. പക്ഷെ മലയാളികൾ ധാരാളമുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ വാക്ക് മലയാളവും കൂടി അറിയുകയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം ഗൾഫ് മലയാളികളായ സുഹൃത്തുക്കളിൽ നിന്ന് പഠിച്ചെടുത്ത മലയാളമാണ്. ഇവരെ ഇങ്ങനെയുള്ള മലയാളം അറിയാവുന്ന അത്യാവശ്യം തന്നെ പ്ലാൻ ചെയ്ത് ചില സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില സ്ഥലത്ത് പോകാം, ചിലടത്ത് പോകണ്ട എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. എല്ലാം നമ്മൾ തന്നെ തീരുമാനിച്ച് നടത്തുന്ന യാത്രയാകുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ ഒരുപാടാണ്. എന്നാൽ അതിൻ്റെ രസം, ആ പ്രയാസം തന്നെയാണ് ആ യാത്രയുടെ രസം. അലച്ചിലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൊന്ന്. ആ അലച്ചിലില്ലാഞ്ഞാൽ ഒരു തരത്തിലും മനസ്സിന് തൃപ്തമാകത്തുകൊണ്ട് തന്നെ ഓരോ യാത്രകളും അലച്ചിലുകളാണ്. അങ്ങനെ അല്ലാത്ത ടൂർ കമ്പനികൾ കൊണ്ടുപോകുന്ന യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഒരുപാട് അനുഭവങ്ങൾ തരാതെ, നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ടൂർ കൊണ്ടുപോകില്ല, അതേപോലെ ആയിരിക്കും. ഒരു തരത്തിൽ അന്വേഷണം ഉണ്ടാവില്ല. നമ്മൾക്കാണെങ്കിൽ ഒരുപാട് ഈ പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകളും ഒരുപാട് മനസ്സിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളും കിട്ടും. പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ശ്രീലങ്കക്കാരൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവർ ചെന്നൈയിലൊക്കെ എത്തുന്ന സമയത്ത് അവരോട് പറയാറുണ്ട്, നിങ്ങൾ മലയാളികളാണോ എന്ന് ചോദിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അത് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം തന്നെ പറഞ്ഞത്, ശ്രീലങ്കൻ തമിഴ്നാട്ടിലെ തമിഴിൽ ഉപയോഗിക്കാത്ത ഒരുപാട് മലയാള പദങ്ങൾ ശ്രീലങ്കൻ തമിഴിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വെളിച്ചായിരുന്നു. പൊതുവെ ഭാഷയിലൊക്കെ ഗവേഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ ഇന്നും അതിനുശേഷം ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം ഇന്നും ശ്രീലങ്കൻ തമിഴും മലയാളവും തമ്മിലുള്ള സമാനതകളെക്കുറിച്ച് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇപ്പം പറയുക എന്നുള്ള വാക്ക് തമിഴിൽ പേശുക എന്നാ പറയുക. പക്ഷെ പറയുക എന്നുള്ള വാക്ക് ശ്രീലങ്കൻ തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്. അങ്ങനെ കുറേ വാക്കുകൾ, അങ്ങനെ ഒരു 10-60ഓളം വാക്കുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ അന്ന് പരിചയപ്പെട്ട ചില ആളുകളുടെ നമ്പറൊക്കെ വാങ്ങിയിട്ട് അവരുമായിട്ടൊക്കെ സംവദിച്ചുകൊണ്ട് കൂടുതൽ യാത്ര അവിടെ തീരുന്നില്ല. യാത്ര പോയി കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇനിയും അതിൽ പഠിക്കാൻ ഇനിയും കൂടുതലുണ്ടെന്നുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ഗവേഷണ പ്രബന്ധം പോലെ, ഒരു സെമിനാർ ഒരു പേപ്പർ പോലെയൊക്കെ ശ്രീലങ്കൻ തമിഴും മലയാളവും തമ്മിലുള്ള സമാനതയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു കാരണം പറയുകയാണെങ്കിൽ പ്രോട്ടോ ദ്രവീഡിയൻ പീരീഡ് എന്ന് പറയല്ലോ. കാരണം തമിഴിൻ്റെ ആദ്യഘട്ടത്തിൽ മലയാളവും തമിഴും കൂടിക്കലർന്നുള്ള കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി ശ്രീലങ്കയിലെത്തിയവരാണ് അന്നത്തെ ശ്രീലങ്കൻ തമിഴന്മാർ. അവർ ചോള പീരീഡിൽ വലിയ ഒരു മൈഗ്രേഷൻ ഉണ്ടാവുന്നുണ്ട് ശ്രീലങ്കയിലേക്കും. ഏകദേശം ജപ്പാൻ വരെയൊക്കെ അവരുടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ പോയാലും സിംഗപ്പൂരിൽ പോയാലും ബർമയിൽ പോയാലും പാകിസ്ഥാനിൽ പോയാലും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴന്മാരെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മലേഷ്യയിലൊക്കെ ഒരു 12-15% തമിഴന്മാരുണ്ട്. അവരുടെ വലിയൊരു ഭൂരിഭാഗവും പോയത് ഈ AD 2-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ വേഗം നമ്മുടെ നാട്ടിലെ ഭാഷ മറക്കും. പക്ഷെ തമിഴന്മാരുടെ പ്രത്യേകത അവർ ആ തമിഴ് മറക്കുകയില്ല. ഇപ്പോൾ ശ്രീലങ്കയിലും ഒക്കെ എത്രയോ കാലമായി അവരവിടെ എത്തിയിട്ട് ഇപ്പോഴും അവർ ആ തമിഴ് ഐഡന്റിറ്റിയോട് കൂടി തന്നെ ജീവിക്കുന്നു. അവർക്കിടയിലുള്ള ഈ സിംഹളർ ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാരണങ്ങളാലാണ് തമിഴ് LTTE എന്ന് പറയുന്ന തമിഴ് സംഘമൊക്കെ ഉണ്ടാവുകയും വലിയൊരു
അക്രമത്തിലേക്കും മറ്റൊക്കെ നീങ്ങി. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഈ തമിഴ് പുലികളെ അടിച്ചമർത്തുന്നതിൽ സിംഹളരോട് കൂടിച്ചേർന്നു. ആ ഒരു സങ്കടവും ദേഷ്യമൊക്കെ അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ രാജീവ് ഗാന്ധി വധത്തിൽ ഇവർ പങ്കുചേരുന്നത്. അങ്ങനെ നമ്മളുടെ ശ്രീലങ്കയിൽ പറയുമ്പോൾ അവിടുത്തെ ഏത് മിത്തോളജിയെ നമ്മൾ പറയുമ്പോഴും അവിടെ വെച്ച് നമ്മൾ കേൾക്കുന്ന എല്ലാ ചരിത്രത്തിലൊക്കെ അവർ ഈ എന്താ പറയുക ഇന്ത്യയിലേക്ക് വന്ന കാര്യം പറയാറുണ്ട്. അവിടെ രാവണൻ കോട്ട എന്ന് പറയുന്ന സിഗിരിയ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. അത് നമ്മുടെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് ആയിട്ട് കൊടുത്തുള്ള അത് തന്നെയാണ്, മുഖചിത്രമാണ്. ഇന്ത്യയിലെ താജ്മഹൽ പോലെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവിടെ മറ്റേത് സ്ഥലത്ത് പോയാലും ഒരു 100 രൂപ 150 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാമെങ്കിൽ ഈ സിഗിരിയയിൽ എത്തുമ്പോൾ, സിഗിരിയ 60% ഗ്രാമപ്രദേശമാണ്, അവിടെ എത്തുമ്പോൾ ഏകദേശം 600, 700, 800 രൂപയൊക്കെ വരും. ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ മെനു നോക്കുമ്പോൾ ഏകദേശം ഒരു 1000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അവിടെ ഒരു നേരത്തെ ഫുഡിന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വില എത്രയാണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വിദേശികളായ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്, തൊട്ടടുത്ത് വേറൊരു കടയുണ്ട്, അവിടെ പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെയും ഏകദേശം 600 രൂപയോളം വന്നു എന്നുള്ളതാണ്. അതിന് രാവണൻ കോട്ട എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള വീഡിയോകൾ വരാറുണ്ട്. രാവണൻ്റെ കോട്ടയാണ്, പഴയ കാലത്ത് രാവണൻ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ശരിക്കും. അത് പേര് കൊണ്ട് ലയൺ റോക്ക്, രാവണൻ കോട്ട എന്നൊക്കെ പറയുമെങ്കിലും പഴയ കാലത്തുള്ള ഒരു രാജാവ്, ഒരാളെന്ത് ചെയ്യുന്നു വെച്ചാൽ തൻ്റെ അച്ഛനായ രാജാവിനെയും തൻ്റെ അടുത്ത രാജാവായി മാറുന്ന ഏട്ടനെയും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അച്ഛനെ കൊന്നു, ഏട്ടനെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷേ അനിയൻ എന്ത് ചെയ്തു വെച്ചാൽ അനിയൻ്റെ അക്രമം കൊണ്ട് ഏട്ടൻ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ പാറ ഏകദേശം ഒരു 300 മീറ്ററോളം ഉയരത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന മുകളിലൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. ഈ പാറയുടെ മുകളിൽ ഒരു പീഠഭൂമി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിന് മുകളിലേക്ക് നമ്മൾ കയറിപ്പോകാം, നല്ല രസമായിട്ട്. അതൊക്കെ ആ മുകളിലേക്ക് കയറി പോണ വഴിയൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അറിയും. അവിടെ ഏറ്റവും മുകളിൽ എത്തേണ്ട ഇടയിൽ വാട്ടർ കൂളറൊക്കെ വെച്ചിട്ടുണ്ട്. ആ വാട്ടർ കൂളർ ഇന്ത്യ ഗവൺമെൻറ് സ്പോൺസർ ചെയ്താണ്. ഞാൻ പറഞ്ഞു എല്ലായിടത്തും നമ്മുടെ ഇന്ത്യയുടെ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ പോയ ആള് മുഗല്ലണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ മുഗല്ലണ്ണൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ പോയിട്ട് അവിടെ നിന്ന് ശക്തി ആർജി തിരിച്ച് ഇവിടെ വന്നിട്ട് ഈ രാജാവിനെ തൻ്റെ അനിയനെ തോൽപ്പിക്കുകയും അവിടെ പിന്നീട് ആ രാജ്യം പിടിച്ചടക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ സിഗിരി എന്നുള്ള കോട്ട എന്നുള്ളത് മാറ്റിയിട്ട് അനുരാധപുരത്തേക്ക് അവിടേക്ക് തലസ്ഥാനമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തലേമാനാർ എന്ന് പറഞ്ഞ പ്രദേശം, അവരുടെ വടക്കൻ ഭാഗം, ശ്രീലങ്കയുടെ വടക്കൻ ഭാഗം, ഏകദേശം ഒരു അനുരാധപുരം വരെയുള്ള ഒരു 4-5 മണിക്കൂർ യാത്രയാവുന്ന സ്ഥലം, ഒരു 4 മണിക്കൂറോളം യാത്രയാവുന്ന സ്ഥലം ഒരു തമിഴ്നാട്ടിൽ പോയ അതേ അവസ്ഥയാണ്. എല്ലായിടത്തും തമിഴിൻ്റെ ബോർഡുകളുണ്ട്, തമിഴ് ഭക്ഷണം, തമിഴ് ആളുകൾ, ഒരു 90% തമിഴന്മാർ തന്നെയാണ് അവിടെ ഇരുന്ന് പഴയ കാലത്ത് തമിഴ് പുലികൾ, LTTE എന്ന് പറയുന്ന ലിബറേഷൻ ഓഫ് തമിഴ് ടൈഗർ, ഈളം എന്ന് പറയും. ഈളം എന്ന് പറഞ്ഞാൽ ദ്വീപാണ്, അതുകൊണ്ടാണ് ഇഴവൻ എന്നുള്ള വാക്കിൽ ഈളം, അവിടെ നിന്ന് ഈളത്തുനിന്ന് വന്നവരാണെന്നുള്ള അർത്ഥത്തിലാണ് ഇഴവൻ എന്നുള്ള പദം വന്നത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചരിത്രത്തിൽ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, എന്നാൽ ഈഴം എന്നുള്ള വാക്ക് അങ്ങനെ വരുന്നതാണ്. അവർ ഏകദേശം അത് വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അനുരാധപുരം തുടങ്ങിയിട്ട് അങ്ങോട്ട് ഏകദേശം നമ്മൾ അങ്ങേ അറ്റത്താണ് ശ്രീലങ്കയുടെ തലസ്ഥാനമുള്ള കൊളംബോ, നമ്മുടെ എന്താ പറയുക വടക്കൻ ഭാഗം. അങ്ങേയറ്റത്തെ വടക്കൻ ഭാഗം നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ നേരെ നമ്മൾ വടക്കൻ ഭാഗത്ത് ഇറങ്ങിയിട്ട് പിന്നെ തെക്കിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വെസലിലാണ് പോയതെന്നുള്ളത് കൊണ്ട് തെക്ക് ഭാഗത്തുനിന്ന് നേരെ വിപരീതം വടക്കൻ ഭാഗത്താണ് കൊളംബോ ഉള്ളത്. അവിടുന്ന് തെക്കൻ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പിന്നെയും മാറിയിട്ടോ, ഏറ്റവും തെക്കേ അറ്റത്താണ് ഈ തെക്കും വടക്കും മാറിയിട്ടാ, തെക്കേ അറ്റത്താണ് ഈ കൊളംബോ ഉള്ളത്. വടക്കേ അറ്റത്തിലേക്കാണ് ശ്രീലങ്കയുടെ വടക്കേ അറ്റത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ആദ്യം നമ്മൾ എത്തുന്നത് കപ്പലിൽ പോവുകയാണ്. നമ്മൾ ഈ എത്തുന്ന ഭാഗം അതിൻ്റെ വടക്കേ അറ്റമാണ്. പിന്നീട് നമ്മൾ തെക്കിലേക്ക് യാത്രയായി ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് അങ്ങേ അറ്റത്ത് ഇറങ്ങിയിട്ട് തെക്കേ അറ്റത്ത് ഇറങ്ങിയിട്ട് വടക്കേറ്റ് യാത്ര ചെയ്യുക. പക്ഷേ ശ്രീലങ്കയിൽ പഴയ കാലത്ത് ഇവിടെ പോർട്ടുഗീസുകാർ വന്ന പോലെ പോർട്ടുഗീസുകാർ വരുന്നുണ്ട്, ഡച്ചുകാർ വരുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, ഒക്കെ ഇന്ത്യക്ക് വന്നിട്ട് തൊട്ടടുത്ത് 1-2 ദിവസം 1-2 വർഷം കഴിയുമ്പോൾ ഇവിടെ വാസ്കോഡഗാമ വരുന്നുണ്ട്, അവിടെയും വാസ്കോഡഗാമ വരുന്നുണ്ട്. ഇവിടെ 1498 ആണെങ്കിൽ അവിടെ 1400
502 വർഷമാണ്. കബ്രാള് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരെ ഈ കൊളംബോയിലുള്ള മാരിടൈം മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ ഇവിടെ കേരളത്തിൽ വരുന്ന ഇബ്നു ബത്തൂത്ത വരെ, മൊറോക്കോക്കാരനായ ഇബ്നു ബത്തൂത്ത വരെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കൻ ചരിത്രം മനസ്സിലാക്കാവുന്ന ഒരുപാട് ഒരുപാട് അത്തരം നമ്മുടെ മ്യൂസിയങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ ഈ രണ്ടാളാണ്, രണ്ടുപേരും ഒരേപോലെ ചരിത്ര തൽപരരാണെന്നുള്ളതുകൊണ്ടാണ് മ്യൂസിയങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റും. വലിയ പൈസയാണ്. വിദേശികളാണ്, നമ്മുടെ ഇന്ത്യയിലേക്ക് വിദേശികൾ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 100 രൂപ ടിക്കറ്റ് ആണെങ്കിൽ അവർക്ക് 1000 രൂപ ടിക്കറ്റ് ഉണ്ടായിരിക്കും. ശ്രീലങ്കയിലെ പ്രത്യേകത, ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവിടുത്തെ ടിക്കറ്റ് ഏകദേശം ഒരു 10 ഇരട്ടി. യൂറോപ്പിൽ നിന്ന് വരുന്ന, അമേരിക്കയിൽ നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മളെക്കാട്ടും ഒരു 2 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിദേശിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ചാർജ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് ചാർജുകൾ വളരെയധികം കൂടുതലാണ്. എന്നാൽ നമ്മളവിടെ 100 രൂപയ്ക്ക് കാണുന്ന സ്ഥലത്താണ് അവിടെ 1000, 1200, 2000 രൂപയ്ക്ക്. ഈ സിഗിരിയേക്ക് കയറാൻ തന്നെ നമ്മൾ 2000 രൂപ കൊടുക്കണം, അല്ലേ? മല കയറും വേണം, 2000 രൂപ കൊടുക്കും വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ എൻ്റെ സുഹൃത്ത്, കൂടെ വരുന്ന സുഹൃത്ത്, ഞങ്ങൾ നമ്മളെ ഇഷ്ടമുള്ള നമ്മുടെ അടുത്ത സുഹൃത്താണ്, സമാന തൽപരരായ ആളാണെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ മ്യൂസിയങ്ങളൊക്കെ കാണാൻ താല്പര്യം കാണിക്കുന്നത്. അല്ലെങ്കിൽ മ്യൂസിയങ്ങൾ കാണാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അത്രയും പൈസ കൊടുത്താൽ പോകാൻ തോന്നില്ല. മ്യൂസിയങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു പഠന മൂഡ് ഞങ്ങളുടെ രണ്ടാളും ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. എന്നേക്കാളും പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് എൻ്റെ സുഹൃത്തായ വിമൽ കോട്ടകൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ജാഫ്നയിൽ ഈ കൊളംബോയിൽ എത്തുകയും കൊളംബോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. കൊളംബോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു നമ്മുടെ എന്താ പറയുക, ഒരു ബാംഗ്ലൂർ പോലെയൊക്കെയുള്ള സിറ്റി ആയിട്ട് കാണാൻ പറ്റും. ബാക്കിയൊക്കെ ഞങ്ങൾ കണ്ട മറ്റ് സിറ്റികളൊക്കെ ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു മഞ്ചേരി, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ നിങ്ങളെ ഭാഗത്ത് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരോ പറവൂരിനെക്കാട്ടും കുറച്ചും കൂടി ഉണ്ട്, കൊടുങ്ങല്ലൂരൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടൗണുകളാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ. കാണ്ടിയാണെങ്കിലും അനുരാധപുരം ആണെങ്കിലും ജാഫ്ന ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ജാഫ്നയിലൊക്കെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പഴയ ഏറ്റവും അവസാനത്തെ രാജാവായുള്ള സിംഗിലിയൻ എന്ന് പറഞ്ഞ ആളുടെ കോട്ട കാണാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെടികളെ, അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് അവിടെ വളരെ മനോഹരമായ, കാൻഡിയിൽ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ ഏകദേശം 90 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ പറയുകയാണ് UN ജനറൽ സെക്രട്ടറി കോഫി അന്നനൊക്കെ അവിടെ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പോകുന്നുണ്ട്, വിവിഗിരി വരുന്നുണ്ട്. അവരൊക്കെ പോയപ്പോൾ അവർ നട്ട ചെടികളെ ഒരാളെ കൊണ്ട് നടിയിക്കാൻ നല്ല സുഖം. നാളെ നമുക്കറിയാം, കേരളത്തിൽ നാളെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നടുന്ന ചെടികൾ വളർന്ന് വലുതാവുകയാണെങ്കിൽ കേരളം വലിയൊരു കാടായിട്ട് മാറും. ഒരു വർഷം നട്ട ചെടികളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നട്ട ചെടികളുടെ ഫോട്ടോ ഒക്കെ നട്ട് വലുതാവുകയാണെങ്കിൽ, പക്ഷേ അടുത്ത വർഷം ഇതേപോലെ തന്നെ നാളെയൊക്കെ നടുന്ന ചെടികളൊക്കെ ചില സ്കൂളിലൊക്കെ വല്ല പൈപ്പിലൊക്കെ നടുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവർ പറിച്ചിടും. അടുത്ത വർഷം അവിടെ തന്നെ കൊണ്ട് നടും. എന്നാൽ ഈ കാൻഡിയിൽ കണ്ട ഗാർഡൻ എന്ന് പറയുന്നത് 90 രാജ്യങ്ങളിലെ അവർ നട്ട ചെടികളെ വളരെ മനോഹരമായിട്ട് അവർ പരിപാലിക്കുന്നുണ്ട്. ഒരു ചെടി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു താല്പര്യം, എന്താ അറിയില്ല, വല്ലാത്തൊരു താല്പര്യം കണ്ടപ്പോൾ അതിനടുത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അത് ശിംശിബാവൃക്ഷമായിരുന്നു. എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു കൗതുകം തോന്നി. ആ ചെടിനോട് എന്താണ് എനിക്ക് ഇത്ര ഇഷ്ടം എന്ന് പറയാതെ തോന്നിപ്പോയി. ശിംശിബാവൃക്ഷം നമുക്കറിയാം, രാവണൻ സീതയെ കൊണ്ടുപോയി അശോകവനിയിലെ ശിംശിബാവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് കൊണ്ടിരുത്തുന്നത്. ആ ചെടിയെ കണ്ടപ്പോൾ എന്തോ ഒരു ഇൻഡ്യൂഷൻ പോലെ തോന്നിയിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മരത്തിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1200 രൂപയാണ് ആ ടിക്കറ്റ് അതിലേക്ക് കയറുമ്പോൾ. അവിടേക്ക് എത്തുന്ന സമയത്ത് ആ മരം കാണുന്ന സമയത്ത് അതിലെ കായ കാണുമ്പോൾ വല്ലാത്തൊരു താല്പര്യം, അതിൻ്റെ ചെടീൻ്റെ പേര് കണ്ടപ്പോൾ. എന്നാൽ ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ച ഒരു മരമായിരുന്നു. നമ്മുടെ മോണിക്ക മേഡം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിത്താണ്. നമ്മളെ ഒരു തേങ്ങ 2 എണ്ണാക്കി എങ്ങനെ ഉണ്ടാവും, 2 തേങ്ങ ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ഇരട്ട തേങ്ങ എന്നൊക്കെ പറയാവുന്നൊരു പനയാണ്. പക്ഷെ തേങ്ങയുടെ ഇരട്ടി വലുപ്പമുള്ള ഒരു സംഭവം, കൊക്കോഡിമോർ എന്നാണ്. അത് ഗോരോചനാദി ഗുളികയിൽ ഉപയോഗിക്കും. ഏകദേശം അതിൻ്റെ തേങ്ങയ്ക്ക് 1 കിലോയ്ക്ക് 1,00,000-ലേറെ രൂപയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിത്ത് സീഷൽ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിലാണ് കാര്യമായ ഇതിൻ്റെ ഉള്ളത്. വളരെ അപൂർവം ചില രാജ്യങ്ങളിൽ അല്ലാത്തുള്ളൂ. അത് ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ വല്ലാത്തൊരു താല്പര്യം തോന്നി. ഇപ്പോൾ ഈ തായ്ലൻഡ് യാത്രയിലും അവിടെ ഒരു ഗാർഡനിൽ പോയപ്പോൾ
അതിനെ കാണാൻ പറ്റി. അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ നമ്മൾ തീരെ ആഗ്രഹിക്കാത്ത, തീരെ നമ്മൾ മനസ്സിൽ കൊണ്ടുപോലും ചിന്തിക്കാത്ത പലതിനെയും കാണാൻ പറ്റി എന്നുള്ളത് വല്ലാത്തൊരു കൗതുകമാണ്. പിന്നെ ഒരുപാട് ആളുകളുമായി സംവദിക്കാൻ പറ്റുന്നു. നമ്മൾ ഈ പ്ലാൻ ചെയ്ത വല്ല അറേഞ്ച്ഡ് ടൂറൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളേ ഉണ്ടാവില്ല. അവർ കാണിച്ചു തരുന്ന കാഴ്ചകൾ മാത്രം കണ്ട് തിരിച്ചു പോരുന്ന അവസ്ഥയായിരിക്കും. ഇത് നമ്മൾ ഓരോന്നും നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കൗതുകങ്ങൾ ഭയങ്കരമായിരിക്കും. ചില അബദ്ധങ്ങൾ ധാരാളം പറ്റും. അങ്ങനെ പറ്റിയ അബദ്ധങ്ങൾ, ഈ സിഗിരിയ റോക്ക് കയറുന്ന സമയത്ത് റോക്ക് കയറി തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളെ റൂമിലേക്ക് പോകേണ്ട തെക്കിക്കാണെങ്കിൽ ഞങ്ങൾ പോകുന്നത് വടക്കിക്കാണ്. കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത്. പിന്നെ ഞങ്ങളുടെ റൂമിലെ ഓണറെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ അങ്ങോട്ട് അദ്ദേഹം കാറിൽ കൊണ്ടുവന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു മല ഇറങ്ങി ഒരു റൺഗിരി എന്ന് പറയുന്ന ഒരു മലയിൽ പോയിട്ട് ബുദ്ധക്ഷേത്രം കാണാൻ പോവുകയും തിരിച്ച് മലയുടെ അപ്പുറത്ത് ഞങ്ങൾ കയറുന്നതിന് നേരെ വിപരീത സ്ഥലത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ ചായ കുടിച്ച് ബാഗ് അടച്ചു പോയതാണ്. പക്ഷേ ആ മല അപ്പുറത്തേക്ക് നമ്മൾ കയറുന്നതിന് നേരെ വിപരീത ഭാഗത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ ഈ അങ്ങാടിയിലേക്ക് ഞങ്ങൾ എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാഗ് വെച്ചത് എവിടെയെന്ന് മനസ്സിലാവുന്നത്. കാരണം ആ സമയത്ത് ഒരു 7 മണിയൊക്കെയാണ്, കടകളൊന്നും തുറന്നില്ല. എല്ലാ കടകളും തുടങ്ങി ആളുകൾക്ക് നിറയെ വന്നപ്പോൾ ഈ സ്ഥലം എവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ മനസ്സിനുള്ളിൽ ഭയങ്കര പേടിയായി മാറുകയും ചെയ്തു. പാസ്പോർട്ട് പോലുള്ള എല്ലാ രേഖകളും അതിലാണ്. പക്ഷേ അവസാനം ഞങ്ങൾ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ എത്ര സമയത്താണ് ആ ലേഡി നമുക്ക് കൊണ്ടു തന്നു. അവർക്ക് ഇന്ത്യക്കാർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യക്കാർ പറഞ്ഞാൽ അവരുടെ എല്ലാ കഥകളിൽ, പ്രത്യേകിച്ച് നമ്മൾക്കിടയിലുള്ള ഒരു ചെറിയൊരു രാജ്യമായതുകൊണ്ടായിരിക്കാം അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ തമിഴന്മാർ ശ്രീലങ്കൻ തമിഴന്മാർ കാണാനൊക്കെ തമിഴന്മാർ, നമ്മുടെ നാട്ടിലെ തമിഴന്മാർ അതേപോലെ തന്നെയാണ്, അതേപോലെ. പക്ഷേ സിംഹളര് ശരിക്കും മലയാളി തന്നെയാണ്. നമ്മുടെ ശരീരഭാഷകളും നമ്മളെ ചിരിയും എല്ലാം നമ്മളെ പോലെ തന്നെ. പക്ഷേ അവർ സംസാരിച്ചാൽ നമുക്കൊരു തുള്ളി മനസ്സിലാവില്ല. ഇൻഡോ ആര്യൻ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ഇൻഡോ ആര്യൻ വിഭാഗത്തിലാണല്ലോ ഉത്തരേന്ത്യൻ ഭാഷകളായ ഹിന്ദിയും മറാഠിയും പഞ്ചാബിയും ഒറിയൊക്കെ ബംഗാളിയൊക്കെ ഉള്ളത്. ആ വിഭാഗത്തിൽപ്പെട്ട ഭാഷാഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭാഷകളുമായിട്ട് ബന്ധമില്ല, കാര്യമായിട്ട് ബന്ധമില്ല. ഒരുപാട് പദങ്ങളിൽ സമാനത കാണുമെങ്കിലും അവരുപയോഗിക്കുന്നത് കേട്ട ഒരു അക്ഷരം പോലും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. വിദേശത്തൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററെ രക്ഷിക്കുക. നമ്മൾ ഏതെങ്കിലും നമ്മൾ സിംഹള ടു മലയാളം എന്നോ സിംഹള ടു ഇംഗ്ലീഷ് എന്നോ ആക്കി മാറ്റിയാൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും. പിന്നെ അതിൽ വെച്ച് നമ്മൾ അവരുടെ ഭാഷയിൽ എഴുതിയ ബോർഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കണ്ടിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ കൺവേർട്ട് ചെയ്ത് നമുക്ക് ബോർഡുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് സഞ്ചരിക്കുന്ന നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജിയും നമ്മൾ അതുപോലെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഒരു നമ്മൾ കേരളത്തിലൊന്നും ഇന്ത്യയിൽ നമ്മൾ എവിടെയും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇന്ന് ട്രെയിൻ ഇല്ല അതുകൊണ്ട് സ്റ്റേഷൻ പൂട്ടി എന്നൊന്നും ഒരിക്കലും പറയില്ല. അവിടെ പറഞ്ഞാൽ നമുക്കറിയാം, കേരളം ഒരു വാഴയിലയുടെ ഒരു ഭാഗം, വാഴയില മടക്കി വെച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കേരളത്തെ കാണുകയാണ്. നമ്മളെ മാപ്പിൽ, നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് അങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. ഒരു കടൽക്കര ഭാഗത്ത് നമ്മൾ മടക്കി വെച്ചിട്ട് തിരിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മടങ്ങി വെക്കുന്ന ഒരു സംഭവമായിട്ട് കാണുകയാണെങ്കിൽ അതിന് നൂർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കുക. അത് തന്നെയാണ് ഏകദേശം ശ്രീലങ്ക എന്നുള്ളത്. ഏകദേശം ആകൃതി അതേപോലെ തോന്നും. ഒരു കേരളം 38,865 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏകദേശം നേരെ ഇരട്ടി 77,000 38,865 വരുമ്പോൾ 37,000 വരുമെങ്കിലും 75,000 വരുമെങ്കിൽ 77,000 വരുമെങ്കിൽ ഇത് 75,000 അപ്പോൾ കേരളത്തിൻ്റെ ഏകദേശം നേരെ ഇരട്ടിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ റെയിൽവേ സർവീസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ തുടങ്ങിയിട്ട് ഏകദേശം എന്താ പറയുക, അതിന് ഒറ്റ നേരെ ഈ കൊളംബോയിൽ നിന്ന് നേരെ താഴേക്ക് ജാഫ്നയിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അതിനിടയിൽ തിരിഞ്ഞു പോകുന്നത് 1-2 സ്ഥലത്ത് മാത്രം. ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയുണ്ടായി, എല്ല എന്ന് പറയുന്ന ഒരു ഹൈ റേഞ്ച് മേഖലയ്ക്ക് യാത്ര പോകുന്ന. നമ്മൾ ഇന്ത്യയിലൊക്കെ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ മൂന്നാറിലൂടെയും ഒക്കെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. വയനാട്ടിലൂടെയൊക്കെ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ ഒക്കെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കൂ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തേയിലത്തോട്ടത്തിൽ കൂടെയും നമുക്ക് ഇടുക്കിയിലൂടെയും നമുക്ക് ട്രെയിൻ ഇല്ല എന്നുള്ളതാണ്. ആ എല്ലാ യാത്ര അങ്ങനെ ഏറ്റവും മനോഹരമായ യാത്രയാണത്. ഹൈറേഞ്ച് മേഖലയിലേക്ക് പോകുന്നൊരു യാത്രയാണ്. കുറച്ച് കയറ്റം കയറിപ്പോയി നല്ല തണുപ്പുള്ള സ്ഥലത്ത് എത്തിയിട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ എല്ലയിൽ പോയിട്ട് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച സമയത്ത് അവിടെ ഈ സിംഹളർക്കിടയിൽ
അപൂർവം ചില തമിഴ് ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. ഹോട്ടലുകൾ കയറുന്ന സമയത്ത് തിരുപ്പതിയുടെയും പഴനിയുടെയൊക്കെ ചിത്രങ്ങളുള്ള കാണാൻ പറ്റും. പലരോടും ചോദിക്കുമ്പോൾ അവരൊക്കെ ഇന്ത്യ പല ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നത് വളരെ കുറവാണെങ്കിൽ അവിടുത്തെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് വന്നിട്ടും കേരളത്തിൽ വന്നിട്ടൊക്കെ പോവാറുണ്ട്. ഇപ്പം ഞങ്ങൾ ജാഫ്നയിൽ പരിചയപ്പെട്ട തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ കേരളത്തിൽ നിന്ന് വലിയൊരു മൈഗ്രേഷൻ ഈ 1960കളിലാണ് തോന്നുന്നു കാര്യമായിട്ട് സംഭവിക്കുന്നത്. അതിന് മുമ്പ് ഉണ്ടോയെന്ന് അറിയില്ല. 60കളിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ നിന്ന് നിങ്ങളൊക്കെ ഇപ്പോൾ ഈ പറവൂര്, കൊടുങ്ങല്ലൂർ ആ ഭാഗങ്ങളിൽ, ഈ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നൊക്കെ പോകുന്നുണ്ട്. അവിടെ ഞങ്ങൾ ജയകുമാർ എന്ന് പറയുന്ന ഒരു സാറെ പരിചയപ്പെടാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകത്തിന് അവതാരിക എഴുതിയ ലതിക വിവേകാനന്ദൻ പരിചയപ്പെടുത്തിയ ഒരാളായിരുന്നു. കൊളംബോയിൽ ഞങ്ങളെ എത്തിയപ്പോൾ വയസ്സായ ഒരാളാണ്, അവിടുത്തെ പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഞങ്ങളെ കാണുകയും അദ്ദേഹം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിത്തരികയും അദ്ദേഹം ജയകുമാർ എന്ന് പറഞ്ഞ സാറെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു മലയാളിയുടെ കൊളംബോയിലുള്ള വീട് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. മനോഹരമായൊരു വീട്, വലിയ വീട്. അദ്ദേഹത്തിന് തമിഴും അവിടുത്തെ ശ്രീലങ്കൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ അവിടുത്തെ ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ഗുരു അദ്ദേഹം ഒരേ ഒരു വിദേശയാത്ര എന്ന് പറയുന്നത് ശ്രീലങ്കയിലേക്കാണ് പോകുന്നുണ്ട്. അതിന്റെ അവിടെ വളരെ പ്രധാനപ്പെട്ട കൂടി അവിടെ അവിടെ കണ്ടൊരു പ്രത്യേക കാറുകൾ ധാരാളം ആ ഉള്ള ശ്രീലങ്കയിലുള്ള ഒരൊറ്റ ആൾക്കാണ് ഇന്നോവ കാറുള്ളത്, ജയകുമാർ സാറിനാണ്. കാരണം ഇന്നോവ കമ്പനി അവിടെ ഒരു എന്താ പറയുക ഒരു കാറ് വില കൊണ്ട് ആരും വാങ്ങി, ഇദ്ദേഹം മാത്രമാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കമ്പനി ആള് വാങ്ങാത്തതുകൊണ്ട് തന്നെ കമ്പനി പിന്നീട് അതിന് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നോവ കാറ് കാണുന്ന ഒരേ ഒരു ശ്രീലങ്കക്കാരൻ മലയാളിയാണ്. അതും ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നു. വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഏകദേശം ഒരു 80കളിലൊക്കെ ഏകദേശം ശ്രീലങ്കയിൽ തന്നെ 4000-5000 മലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അതിന്റെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ കൊച്ചിക്കട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ. കൊച്ചിക്കട എന്ന ശ്രീലങ്ക പേര് വരാൻ കാരണം കൊച്ചിക്കാരെ ആൾക്കാർ കട നടത്തിയതുകൊണ്ടാണ് കൊച്ചിക്കട എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം. പിന്നെ കേരളത്തിൽ കാണുന്ന പല പല സ്ഥലങ്ങളിലും നല്ലൂർ എന്നുള്ള സ്ഥലപ്പേര്, അങ്ങനെ കുറേ സെന്റ് ആന്റണീസ് ചർച്ച് ഉണ്ട്. ആ സെന്റ് ആന്റണീസ് ചർച്ചിൽ അവർ പറഞ്ഞ് അന്തോണിയാർ കോവിൽ എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ഹൈന്ദവ ക്ഷേത്രം എന്നർത്ഥത്തിൽ കോവിൽ, ആന്റണി എന്നുള്ള അന്തോണി എന്നാക്കിയിട്ട്. തമിഴ്നാട്ടിലും ഉണ്ട് ഇങ്ങനെ അന്തോണി കോവിലുകൾ കാണാൻ പറ്റും. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് 250 കിലോമീറ്റർ ദൂരത്തിലാണ് ലക്ഷദ്വീപ് നിലകൊള്ളുന്നത്. ഏകദേശം 350 കിലോമീറ്റർ ദൂരത്തിലാണ് ആൻഡമാൻ നിലകൊള്ളുന്നത്. പക്ഷെ 50 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായി എന്തുകൊണ്ട് മാറിയില്ല എന്നുള്ളത് നമ്മൾ അവിടെ പോകുമ്പോൾ ഒക്കെ നമുക്ക് തോന്നിപ്പോവും. എന്നാൽ നിറയെ നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന എല്ലാ ചെടികളും മനുഷ്യന്മാരും ഒക്കെ അതേപോലെ തന്നെ. പക്ഷെ എന്തുകൊണ്ടാണ്? പക്ഷെ ആദ്യകാലത്തെ നമുക്ക് കാണാൻ പറ്റും, സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വരുന്നില്ല. അവർ വേറെ ആയിട്ട് തന്നെ ആദ്യകാലത്ത് തന്നെ നിലകൊണ്ടത്. അതുകൊണ്ടായിരിക്കാം അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാതിരിക്കാൻ കാരണം. പക്ഷെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ അവർ നമ്മുടെ ഭാഗമായിരുന്നെങ്കിൽ അവിടുത്തെ ആളുകളുടെ സംസാരങ്ങളും മറ്റും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നലിൽ എത്തിപ്പെടുന്നു. നമ്മളുടെ ഒരു 10 ദിവസത്തെ വളരെ ഷോർട്ട് ടേമിലാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിച്ചത്. കൂടുതൽ ഇനിയും കാണാൻ ഒരുപാട് നമ്മൾക്കറിയാം, ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കുറേ കാണാനുണ്ടാവും. പക്ഷെ നമുക്ക് പരിമിതമായ സമയം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ കണ്ടു തീർക്കുന്നത്. ആ സമയത്തിലെ കൂറ കപ്പലിൽ പോയ മാതിരി എന്ന് പറഞ്ഞൊരു ചൊല്ലുന്നുണ്ടല്ലോ. ആ കൂറ കപ്പലിൽ പോയപ്പോൾ കണ്ട കാഴ്ചയെ പറ്റി ഒരു അങ്ങനെയാണ് എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ എന്നുള്ളത് ഇനിയും പോകുന്നവർക്ക് എന്താ പറയുക പ്രചോദകം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പുസ്തകം ഡിസംബർ 6 പ്രകാശനം ചെയ്തത്. ഇപ്പം ഏകദേശം ബുക്ക് വിറ്റ് തീർന്നു. ഇപ്പോൾ 2ാം പതിപ്പിൻ്റെ ശ്രമത്തിലാണ്. അതിൻ്റെ ചട്ടയൊക്കെ റെഡിയായി കഴിഞ്ഞു. അടുത്ത ബുക്ക് 2ാം പതിപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ വായനക്കാർ ഒരു പരിധിവരെ ഏറ്റെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4 അല്ലേ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5-6 മാസം കൊണ്ട് വിറ്റഴിഞ്ഞു. എന്തായാലും എൻ്റെ അടിസ്ഥാന മേഖല എന്ന് പറയുന്നത് ഭാഷാപരമായ ഗവേഷണങ്ങളും മറ്റു കാര്യങ്ങളും. അങ്ങനെ ഒരു നിഘണ്ടു തയ്യാറാക്കിക്കൊണ്ട്, ഡിക്ഷണറി തയ്യാറാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഒരു 6-7 വർഷമായിട്ട് അതിൻ്റെ പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പുസ്തകം ചെയ്തത്. അത് ഈ പുസ്തകം ഞാൻ ചെയ്യാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് ചെറിയൊരു സൂചന കൂടി തരാം. നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു പപ്പായ എന്നുള്ളതിന് കേരളത്തിൽ 50ഓളം പ്രാദേശിക പദങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കർമൂസ എന്ന് പറയും, കറുത്ത എന്ന് പറയും, കറുവത്ത് അറിയുന്നവരുണ്ട്, പപ്പാളിക്ക, പപ്പായ, പപ്പരങ്ങ, അപ്പക്കായി, ബാപ്പങ്കായി എന്നൊക്കെ പറഞ്ഞ് നിരവധി പേരുകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായ ആണെങ്കിൽ നാട്ടുഭാഷാ പര്യായ പദങ്ങൾ എന്ന് പറയാം. അത്തരത്തിലേക്കുള്ള ഏകദേശം 2000ഓളം വ്യത്യസ്തമായി പപ്പായ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാനവിടെ എനിക്ക് ഓർമ്മയുണ്ട്, മൂത്തമുത്ത് ഞാൻ ചേരാൻ വന്ന സമയത്ത് അവിടെ റോബർട്ട് പറഞ്ഞ ഒരു ലാസ്റ്റ് ഒരു എന്താ പറയാ ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താ എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ടയർഡ് ആയില്ലേ, അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു, നമ്മളെക്കാട്ടും കുറച്ച് വയസ്സുണ്ടായിരുന്നു, ചെറുപ്പമായിരുന്നു അദ്ദേഹം അന്നിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കിന്ന് കണ്ണീക്കേടാണ്. പക്ഷെ എനിക്ക് ഈ കണ്ണീക്കേട് എന്താണെന്ന് മനസ്സിലാവുകയില്ലായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ ചെങ്കണ്ണ് തന്നെയാ പറയുന്നത്. കണ്ണീക്കേട് പറഞ്ഞ വാക്ക് കേൾക്കുന്നത് ഞാൻ അവിടെ നിന്നാണ്. അങ്ങനെ പറയാറുണ്ട് അല്ലേ, കണ്ണീക്കേട് എന്ന് പറയില്ലേ. തിരൂരെത്തുമ്പോ മലപ്പുറം ജില്ലയിലെ തിരൂരെത്തുമ്പോൾ പച്ചക്കണ്ണ് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പദങ്ങളുള്ള ഏകദേശം 2000ഓളം ഇങ്ങനെയുള്ള വാക്കുകളുടെ നാട്ടുഭാഷ പര്യായ ഒരു നിഘണ്ടുവാണിത്. ഇതുവരെ അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമങ്ങൾ ആരും നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷം, അതിൻ്റെ ഒരു 90-95% വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഇനിയൊരു പബ്ലിഷറെ കണ്ടെത്തുക, പ്രകാശനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ശേഖരിക്കുന്ന സമയത്ത് അതിനിടയിൽ ചെയ്തൊരു വർക്കും കൂടിയാണ് നമ്മുടെ ഈ പുസ്തകം എന്നുള്ളത്. അതിൻ്റെ ചില പരിമിതികൾ അതിനുണ്ടായിരിക്കാം. എന്തായാലും ഇത്ര നേരം ഏകദേശം ഇപ്പോൾ 15 പേരുണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞതും ഈ പരിപാടിക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. കൃഷ്ണകുമാർ മാഷ്ക്ക് പ്രത്യേകിച്ചും, പ്രിൻസിപ്പൾക്കും മറ്റ് മൂത്തകുന്നത്തെ കൂട്ടായ്മകൾക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാഷേ, ഞാൻ പറഞ്ഞത് കുറെ നീണ്ടുപോയോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. കുറച്ചു നേരമായി ഞാൻ പറയൽ തുടങ്ങിയിട്ട്. വളരെ നന്ദി നമസ്കാർ. ഇല്ല സാറേ, വളരെ ഭംഗിയായിരുന്നു. പിന്നെ ഇങ്ങനെ കേട്ടിരിക്കുക. ഞാൻ സുമയ്യ. ഒരു യാത്ര കൂടെ വളരെ മനോഹരമായൊരു വിവരണമായിരുന്നു. നമ്മുടെ ഈ പുസ്തകം വായിച്ചിട്ടില്ല, എങ്കിലും വായിക്കാനുള്ളൊരു ആഗ്രഹം വന്നു. അവിടെ പോയി വന്നൊരു പ്രതീതിയായി വിവരണങ്ങളൊക്കെ കേട്ടപ്പോ. വളരെ നന്നായിട്ടുണ്ട്. ഹലോ സർ, കേൾക്കാമോ? ഹലോ. ഓക്കെ സാറേ, അത് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഞാനൊന്ന് പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയുള്ളൂ, അതുകൊണ്ടാണ് ഇടയിൽ ഒന്നും സംസാരിക്കാതിരുന്നത്. പിന്നെ വളരെ എന്താ പറയാ, സാർ അടുത്ത് തന്നെ ഇപ്പൊ തായ്ലൻഡിൽ പോയി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതുകൂടി ചേർത്ത് വെച്ച് ചോദിക്കാണ്. ഇപ്പൊ ഒരു 20-21 രാജ്യങ്ങളോളായി. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സാറിന് സ്പർശിച്ചിട്ടുള്ളത് ഏതൊരു രാജ്യത്ത് പോയപ്പോഴാണ്? ഏത് അനുഭവങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്നൊന്നും പറയാമോ? അങ്ങനെ ഒരു രാജ്യം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഓരോ നാട്ടിലെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ശ്രീലങ്കയിൽ പോകുമ്പോൾ നമ്മൾ കേരളവുമായി അല്ലെങ്കിൽ നമ്മളുമായുള്ള സമാനതകളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, വിയറ്റ്നാമിലും കംബോഡിയയിലൊക്കെ പോണ സമയത്ത് നേരെ വിപരീതമായിട്ട് എന്താ പറയുക, നമ്മളുമായിട്ടുള്ള വ്യത്യസ്തതകളാണ്. പലപ്പോഴും
എന്താണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പോലും അറിയാത്ത സാധനങ്ങളെ കഴിക്കുന്നത്. കാരണം എഴുതിയതൊക്കെ അവരുടെ ഭാഷയിലാണ്. അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് ലെവലേശം മനസ്സിലാവുകയില്ല. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയൊക്കെ ചോദിക്കുമ്പോൾ പോലും മറുപടി പറയാൻ പലപ്പോഴും അവർ തയ്യാറാവാൻ ചിലരൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കഴിക്കുന്ന സാധനം എന്താണെന്ന് പോലും അറിയാതെ കഴിക്കേണ്ട അനുഭവം, അതൊക്കെ യാത്രികൻ എന്ന അർത്ഥത്തിൽ യാത്രികർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ഇപ്പം എന്നാൽ വേറെ ഈ എന്താ പറയുക, ഇസ്രായേലിലും ഈജിപ്തിലൊക്കെ പോണ സമയത്ത് ശരിക്ക് നമ്മുടെ അഭിമാനം തോന്നാവുന്ന ഒരുപാട് ഘടകങ്ങൾ. എന്നാൽ നമ്മുടെ പിരമിഡ് കാണുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ശരിക്കും നമ്മുടെ ചരിത്രത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം വേറെയാണ്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ അവിടെയുള്ള ക്ലീൻനെസ്, സ്വിറ്റ്സർലാൻഡ് പോകുമ്പോൾ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഭംഗി, അങ്ങനെ ഓരോ യാത്രയിൽ അനുഭവിക്കുന്ന ഫീലിങ്ങുകൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളൊക്കെ എന്താ പറയുക, നമ്മളൊരു ബഡ്ജറ്റിൽ, നമ്മളറിയാലോ അധ്യാപകരാണ്, വലിയ പണം കിട്ടാത്ത ആളുകളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. പക്ഷെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഒതുങ്ങി നിന്നുകൊണ്ട് ഏകദേശം ഒരു 13 വർഷമായിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ യാത്ര പോകുന്നുണ്ട്. അതിനിടയിൽ ചാൻസ് കിട്ടുമ്പോൾ വിദേശ യാത്രയും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ അറിയാലോ, എത്ര പോയാലും നമുക്ക് മതി വരാത്ത അത്രത്തോളം താല്പര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയാലോ. ഇപ്പോൾ കുടുംബവും മൊത്തമാണ് ഇപ്പോൾ ഈ തായ്ലൻഡ് പോയത്. തായ്ലൻഡ് പോണ സമയത്ത് നമ്മുടെ ഉള്ളിൽ കുടുംബത്തിനെ ഇത് കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക, ഒപ്പം നമ്മളും കൂടി ആസ്വദിക്കുക എന്നായിരുന്നു. അപ്പം മക്കളും ഭാര്യയും എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികളുണ്ട്, സന്തോഷങ്ങളും ഏറെയായിട്ട് അനുഭവം. കഴിഞ്ഞ വർഷം നടത്തിയ ശ്രീലങ്കൻ ഓരോ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. അതിന് ഒന്ന് വളരെ വിശേഷപ്പെട്ടതെന്ന് എന്നെക്കൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഏതാണ്? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പോകാൻ ഒരുപാട് സ്ഥലങ്ങൾ, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളടുത്ത് ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര പോകണമെന്നുണ്ട്. ഇന്ത്യയിലും നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുണ്ട്. ഏകദേശം 28 സംസ്ഥാനങ്ങൾ, 25 സ്ഥലങ്ങളിലോളം 25 സംസ്ഥാനങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്ത നോർത്ത് ഈസ്റ്റിലുള്ള മണിപ്പൂർ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളിലൂടെ ഇതുവരെ പോയിട്ടില്ല. അവയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുഴുവൻ കണ്ടിട്ട് വിദേശത്ത് പോകൽ നടക്കൂല എന്നുള്ളതുകൊണ്ടാണ് വിദേശയാത്ര ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് അതും യാത്ര പോകാനായിട്ട് താല്പര്യം കാണിക്കുന്ന അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ഗ്രീസും റോമും അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശാലമായ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട് അല്ലേ. പാകിസ്ഥാനിൽ വരെ പോകാനുള്ള വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എത്രത്തോളം സാധിക്കും എന്നൊന്നും അറിയില്ല. വളരെ നന്ദി. പോയ സ്ഥലങ്ങളിൽ തന്നെ ഇനി പോവാനോ ഒന്നുകൂടിയും പോയാൽ കൊള്ളാമെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ? പോയ സ്ഥലങ്ങൾ നമ്മൾ പരമാവധി നമ്മൾ ഇനിയും പോവില്ല. പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഒരുപാട്, ഇപ്പോൾ ലക്ഷദ്വീപ് കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ സകുടുംബം പോയൊരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് പോകുമ്പോഴുള്ള നമ്മളുടെ ഏറ്റവും വലിയ പരിമിതി എന്താ വെച്ചാൽ നമുക്ക് 1, 2, 3 ദ്വീപുകളെ കാണാൻ പറ്റുള്ളൂ. അവിടെ ഏകദേശം 10ഓളം ദ്വീപുകളിൽ മനുഷ്യവാസമുള്ള ദ്വീപുകളുണ്ട്. 26 ദ്വീപുകൾ ഉണ്ടെങ്കിലും 10 ദ്വീപുകളോളം ആളുകളുണ്ട്. അതിൽ ആകെ നമ്മൾ പോയത് മനുഷ്യന്മാർ ഉള്ള 2 ദ്വീപിലാണ്. ആ അല്ലാത്ത മനുഷ്യന്മാർ ജീവിക്കാത്ത 2-3 ദ്വീപുകൾ വേറെ പോകുന്നുണ്ട്. അങ്ങനെയാണ് 5 ദ്വീപ് എന്ന് പറഞ്ഞത്. 10ഓളം മനുഷ്യന്മാരുള്ള ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ പോകാൻ നല്ല താല്പര്യമുണ്ട്. കാരണം പല സ്ഥലത്തും ഞങ്ങൾ കൂടെ പഠിച്ച ആളുകളുണ്ട്. അവരെയൊക്കെ കാണാനും അവരുടെ ഓരോ നാട്ടിലെയും സംസ്കാരങ്ങൾ, ഇപ്പോൾ ദ്വീപിലെ കൾച്ചർ പറഞ്ഞാൽ മലയാളത്തിനോട് ബന്ധപ്പെട്ടൊരു ഭാഷയാണ് സംസാരിക്കണമെങ്കിലും ഒരുപാട് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യസ്തതകളും അവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ രസമാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പരമാവധി
അവിടെ നമ്മൾ സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ വീട്ടിലെ കല്യാണങ്ങൾക്കും അവിടെ സൽക്കാരത്തിനും കുടുംബത്തോടെ കൂടെ പാട്ട് കേൾക്കാനും കവാലി കേൾക്കാനും റാത്തീബ് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇനിയും വ്യത്യസ്ത ദ്വീപുകളിലൊക്കെ പോകാനുള്ള നല്ല താല്പര്യങ്ങൾ ഇനിയുണ്ട് പോയതിൽ. അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുണ്ട് പിന്നെയും പോകാൻ. പക്ഷെ നമ്മുടെ ആയുസ്സിനെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പുതിയ 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 സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലുള്ളത്. സാറേ, ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ സാറ്. ഇടയിൽ ഇങ്ങനെ നെറ്റ് കട്ടായി പോയതുകൊണ്ടാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു മലേഷ്യൻ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കുടുംബത്തോടൊപ്പം. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പാക്കേജിൽ പോകുമ്പോൾ അവർ പറയുന്നിടത്ത് മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ സാറ് തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടെത്തി അവിടേക്ക് എത്തിപ്പെടുക. അപ്പൊ അതിനുള്ള ഒരു ത്രില്ലെന്ന് പറയുന്നത് വേറെ തന്നെയാണല്ലോ. അപ്പൊ സാറിന്റെ ഓരോ യാത്രയിലും ഇങ്ങനെ തന്നെയാണോ? ഒരു പാക്കേജ് അല്ലാതെ സ്വയമേ തിരഞ്ഞെടുത്ത ഓരോരോ സ്ഥലങ്ങൾ കണ്ടങ്ങനെ മുന്നേറുകയാണ് ചെയ്യാറ്? സകുടുംബം പോണ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോലെ കുറച്ച് റിസ്ക് തന്നെയാണ്. മറ്റേ നമ്മൾ 2 ആളുകളാകുമ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകല്. സകുടുംബ തായ്ലൻഡ് പോയത് ഇങ്ങനെ അറേഞ്ച് ടൂർ ആയിരുന്നു. അതിൻ്റെ ചില പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. അവിടുത്തെ ഭാഷയെക്കുറിച്ചോ അവിടുത്തെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് അത്രത്തോളം അറിയില്ല. എന്നാലും ഈ അറേഞ്ച് ടൂറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫുൾ ടൈം അവരെ കൂടെയുള്ള ഒരു ടൂർ ആയിരുന്നില്ല, അവർ കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഉച്ചവരെയൊക്കെ അവരുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുമായിരുന്നു. ഈ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയും ആളോട് സംസാരിക്കും, കുറച്ച് അബദ്ധങ്ങളും പറ്റും. അതെല്ലാം ആ അലച്ചിലും അബദ്ധങ്ങളും സുബദ്ധങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ചേരുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു യാത്ര പൂർത്തിയായ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഇപ്പോൾ മനസ്സിങ്ങനെ കുറേശ്ശെ നമ്മൾ പരമ്പരാഗതമായ ക്ലാസ് റൂം, സ്കൂള്, വീട് നിർത്തൽ ഇങ്ങനെ പോണ സമയത്ത് വെറുതെ കാർ എടുത്തിട്ടൊക്കെ രാവിലെ പോയി കോഴിക്കോടോ മറ്റുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് വരുന്ന സമയത്ത് വലിയൊരു സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും റീസെൻ്റായിട്ട് ഇപ്പോഴത്തെ നമ്മൾ കടമക്കുടി ഐലൻഡിൽ പോയി 1-2 ദിവസം നിന്നിരുന്നു. അതുപോലെ തന്നെ ഈ കൊടുങ്ങൽ അവിടെ കോട്ടപ്പുറം, പണ്ട് പഠിക്കുന്ന കാലത്താണ് കോട്ടപ്പുറം കോട്ടയിലൊക്കെ പോയിട്ടുള്ളത്. അവിടെ നിന്നുള്ള മുസ്രിസ് യാത്രയിൽ 4-5 മാസം മുന്നേ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം സാർ. കാരണം യാത്ര ചെയ്യാന്ന് പറയുന്നത് നമ്മളുടെ അനുഭവങ്ങൾ തന്നെ വല്ലാതെ വലുതായിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും ഓരോ നാട് കാണുമ്പോഴും അല്ലേ, നമ്മളുടെ അനുഭവങ്ങൾ മാത്രമല്ല നമ്മളുടെ മനസ്സും വിശാലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ. ചെറിയൊരു ലോകത്തുനിന്ന് ഒരുപാട് തലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ എത്ര ചെറുതായി ചെറിയ മനുഷ്യരാണെന്നുള്ളൊരു അവബോധം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക അല്ലേ. സാറ് എത്ര അധികം യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം മനുഷ്യരായിട്ട് ഇടപഴകിയിട്ടുണ്ട് ഇതെല്ലാം. അപ്പൊ ഭാഷ ഇതിന്റെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? ഇപ്പൊ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അതിന്റെ ഒരു പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മൾ എപ്പോഴും അനുഭവിക്കും, എപ്പോഴെങ്കിലും അല്ല എപ്പോഴും അനുഭവിക്കും. ഇപ്പോൾ ഈ മലേഷ്യ പോയ സമയത്ത് ഉണ്ടായിരുന്ന അനുഭവം പറയാം. നമ്മളൊരു എന്താ പറയുക, മലേഷ്യയിൽ നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് കയറുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ ചായ ഉണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് തേയോ എന്ന് പറയുന്നു, തേയോ. അപ്പോൾ ഞങ്ങളും അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ചായ കൊടുത്തു. അയാൾ ചായയും കൊണ്ടുപോയി. ഞങ്ങൾ തേയോ എന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ നല്ല താല്പര്യമുള്ളൊരു സമയത്ത് അവിടെ ചായ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തേയോ എന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് ചായയിൽ, കട്ടൻ ചായയിൽ ഐസ് ഇട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തേയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിട്ട ചായക്കാണ് തേയോ എന്ന് പറയുക. അത് ഇപ്പോഴത്തെ ഞാനിങ്ങനെ ചായയും തേയിലയും നമ്മുടെ മലയാളത്തിൻ്റെ ഞങ്ങൾ ഈ കൃഷ്ണ മാഷിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മലയാളം. ആ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ചായയും തേയിലയും എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ചായ എന്നുള്ള വാക്ക് തേയില എന്ന് വാക്കും നമ്മൾ മലയാളം ശ്രദ്ധിച്ചു നോക്കുക. ചായ എന്നുള്ള വാക്കിന് ചായയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ദക്ഷിണേന്ത്യയിൽ ചായ ട്രെയിനിൽ പോകണമെന്ന് കേൾക്കുക ചായ, ഉത്തരേന്ത്യ ചായ്, ബംഗാൾ ആസാമിൽ എത്തുന്ന സമയത്ത് ചാ യാ അല്ല ചാ. പഞ്ചാബിൽ എത്തുമ്പോൾ ചാഹ. ലോകത്തിനെ തന്നെ മാപ്പിനെ തന്നെ നമ്മൾ ഉണ്ടാക്കി തിരിക്കാം. ചായ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന, സമാനമായ വാക്കുകൾ ഉപയോഗിക്കുന്ന കുറേ രാജ്യങ്ങളും ടീ എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന, അതിന് സമാനമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു അങ്ങനെ മാപ്പ് തന്നെ നെറ്റിൽ അടിച്ചൊക്കെ കിട്ടും, കാണാൻ പറ്റും.
പോർച്ചുഗീസ് അത് ഈ എന്താ പറയുക, എന്താ പറയുക, ചൈനക്കാർ നേരിട്ട് ഇടപെട്ട് വഴി ഇന്ത്യയിലേക്കൊക്കെ എത്തപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇവിടെയൊക്കെ ചായ എന്നുള്ള വാക്കിന് പ്രചാരം കിട്ടിയത്. ചൈനയുടെ ഇടയിൽ തന്നെയുള്ള മിൻ എന്ന് പറയുന്ന ഒരു ഭാഷാഗോത്രത്തിൻ്റെ വാക്കാണ് ടീ എന്നുള്ളത്. അതിന് ഡച്ചുകാർ വഴി യൂറോപ്പിൽ പ്രചരിച്ചാണ് ടീ എന്നുള്ളത്. മലയാളത്തിൽ നോക്കുക, തേയിലയ്ക്ക് ടീയുമായിട്ടാണ് ബന്ധം. ഇപ്പം ടീ വെള്ളമാണ് തേയില വെള്ളം. തെക്കൻ കേരളത്തിലൊക്കെ കട്ടൻ ചായക്ക് തേയില വെള്ളം എന്ന് പറയാറുണ്ട്. എന്നാൽ ചായക്കാണെങ്കിലോ ചായ എന്നുള്ള വാക്കിന് വേറൊരു ബന്ധമാണ്. ഒരേ ചൈനീസ് ഭാഷയിൽ തന്നെ 2 വ്യത്യസ്തമായ ഗോത്രത്തിലെ ഭാഷകൾ ലോകം മുഴുവൻ പ്രചരിച്ചതാണ് ടീയും ചായ എന്നുള്ളത്. മലയാളത്തിലാണെങ്കിൽ തേയില എന്നുള്ളത് അതിന് ചെടിയുടെ പേരാണെങ്കിൽ ചായ എന്നുള്ളത് അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരാണ്. അങ്ങനെ പറഞ്ഞു വരുന്നത്, ഓരോ നാട്ടിലെത്തുമ്പോഴും അവിടുത്തെ ഭാഷ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം മലേഷ്യയിൽ ബഹാസ എന്നാണ് പറയുക ഭാഷയ്ക്ക്, ബഹാസ. ഇന്തോനേഷ്യയിലും ഒക്കെ വിളിക്കുന്നത്. പിന്നെ രസകരമായി തോന്നുന്ന കാര്യം, മലേഷ്യ പോലെയുള്ള ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായ ഭാഷയുണ്ടെങ്കിലും അതിനൊന്നും പ്രത്യേക ലിപി, ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷിലാണ് അവരുടെ ലിപി. അവരുടെ അർത്ഥം വേറെ ആയിരിക്കും, പക്ഷേ ഇംഗ്ലീഷ് ലിപി ആയിരിക്കും. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ കേരളം എത്ര ചെറിയൊരു നാടിലെ ഭാഷയുടെ നോക്കൂ, അതിന് ലിപി ഉണ്ട്. വേറൊരു ഭാഷ എവിടെയെങ്കിലും ഉണ്ടാക്കണം, അതിന് ലിപി ഉണ്ടാക്കാം. പക്ഷേ ഇത്രയും വലിയൊരു ഭാഷ, ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ 17,600ഓളം ദ്വീപുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചിപെലാഗോയാണ്, ദ്വീപ് സമൂഹമാണ്. ആ ദ്വീപ് സമൂഹത്തിലുള്ള അത്രയും വലിയൊരു ഭാഷയ്ക്ക് പോലും ഒരു ലിപിയില്ല, ഇംഗ്ലീഷിലാണ് എഴുതുക. ഹിന്ദി നോക്കുക, ഹിന്ദി അല്ലെ, സംസ്കൃതത്തിലും സംസ്കൃത ലിപിയാണ് ഹിന്ദി ഉപയോഗിച്ചത്. അതേപോലെ തന്നെ നേപ്പാളിൽ പോകുമ്പോൾ ഇതേ ലിപിയാണ്. അവിടെ നമ്മൾ വായിക്കും, അർത്ഥം വേറെ ആയിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര കാണും, ഹോട്ടലിൽ എഴുതിയ ഒരു സാധനം തോന്നുന്ന സമയത്ത് നമ്മൾ എഴുതിയിട്ട് ചെന്ന് കയറുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമാണ്. അങ്ങനെ ഇംഗ്ലീഷിനെ പറ്റി പറയാറുണ്ട്, ഏകദേശം ഇംഗ്ലീഷിലെ ലിപി ഉപയോഗിക്കുന്ന 100ഓളം ഭാഷകൾ, 100-ലധികം ഭാഷകൾ ലോകത്തുണ്ടെന്നാണ് പറയുക. അങ്ങനെ ലിപി കൊണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ വാക്കുകൾ ഈ പറഞ്ഞ പോലെ ഒരു ഭാഷാ ഗവേഷകൻ എന്ന അർത്ഥത്തിൽ ഞാൻ എന്നെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുടെ പിന്നാലെ നമ്മൾ ആ ഭാഷേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള ഒരു ശ്രമങ്ങൾ. പിന്നെയും ഇവിടുന്ന് കഴിഞ്ഞു വന്നാലും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുന്ന് ആ വാക്കുകളുടെ ചില പ്രത്യേകതകളോ കണ്ടെത്താനും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നോക്കാറുണ്ട്. ശ്രീലങ്കയിൽ പോയെങ്കിലും ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ശ്രീലങ്കൻ തമിഴും മലയാളവും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ട്. ഈ തായ്ലൻഡ് യാത്രയിലും ഞാനൊരു കാനഡക്കാരനായ ഒരു തമിഴനെ, ശ്രീലങ്കൻ തമിഴനായിട്ടുള്ള ഒരാളെ കണ്ടുപരിചയപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹവുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെ ഓരോ നാട്ടിലെത്തുമ്പോഴും ഭാഷ എന്നുള്ള സാധനം ഒരു സാധ്യതയുമാണ്. അബദ്ധങ്ങളും പണയും സന്തോഷങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു സർ. ഇനി മറ്റുള്ളവർക്കും സാറിനോട് എന്താണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഗ്രൂപ്പിലുള്ളവർക്ക്. സാർ വളരെ ഗംഭീരം, വളരെ ഉഷാറായിട്ടുണ്ട്. ഇനിയും ഈ വായന വാരം ഉണ്ടല്ലോ വ്യാഴാഴ്ച, അതിന്റെ ലിങ്കുകളൊക്കെ അയച്ചു തരണം. ഞാനും ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളിൽ പലതും കാണാനുണ്ട്. അതിൽ കാശ്മീർ പോകണം, ആസാമിൽ പോയിട്ടുണ്ട്, കാശ്മീർ പോയിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലർക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഭയങ്കര രസമായിരിക്കും. ഇപ്പൊ എല്ലാവരോടും പറയാനുള്ള, എല്ലാവരും ഇന്ത്യയിൽ തന്നെ പലതും കണ്ട്, വിദേശയാത്രക്ക് കൂടുതൽ പ്രയാസമുണ്ടെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കണ്ട് നമുക്ക് ഒക്കെ നിരവധി അറിയാനുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കാരണം രാജ്യത്തിന്റെ പല കോണുകളിലുള്ള കാലാവസ്ഥകളും എല്ലാം നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. നാഗാലാൻഡ്, അത് പ്രകാരം തന്നെ മേഘാലയ, ആസാം, ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഗുജറാത്ത്, ഡൽഹി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു. നമ്മുടെ ഈ ശ്രീലങ്ക, ധനുഷ്കോടിയിൽ നിന്ന് യാത്ര എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നു. ഞങ്ങൾ ഒരു ടീമായിരുന്നു അപ്പോൾ പോയത്. അപ്പൊ ധനുഷ്കോടി ആയിരിക്കും കൂടുതൽ അടുത്ത്, ഒന്നും കൂടി ഈ ശ്രീലങ്ക. അതിനെക്കുറിച്ച് അറിയാമോ? ധനുഷ്കോടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ അങ്ങോട്ട് പറ്റുമോ എന്നുള്ളത്? ഇല്ല, ധനുഷ്കോടിയിൽ നിന്നില്ല ശരിക്ക്. അതാണ് പറഞ്ഞത്, ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ. ഇത് കപ്പലിൻ്റെ ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ റൂട്ട് ഒരു പോർട്ട് വഴി, തുറമുഖം വഴി പോകാനേ പറ്റുള്ളൂ. ആ തുറമുഖത്തിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്യുന്ന
അതേപോലെ തന്നെ കൃത്യമായ ചെക്കിംഗ് ഉണ്ടായിരിക്കും. കൃത്യം എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ എനിക്ക് തോന്നുന്നു എയർപോർട്ടിനെക്കാളും ചെക്കിംഗ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ അവിടെ ശ്രീലങ്കയിൽ നമ്മൾ പോകുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ എൻ്റെ അടുത്തൊരു ഒരു ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിയത്. അതൊക്കെ അവർ ഒരുപാട് സംശയത്തോടെ നോക്കി. എന്തിനാ അത് കൊണ്ടുപോകണം, ബുദ്ധൻ്റെ പ്രതിമ അവിടെ കിട്ടൂലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു നമ്മളോട്. അങ്ങനെ നമ്മളെ നന്നായി ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പോർട്ട് വഴി പോകേണ്ട ഒരു ആവശ്യമാണെന്നുള്ളതുകൊണ്ട് നാഗപട്ടണത്തു നിന്ന് മാത്രമാണ് ഇപ്പോൾ കപ്പൽ വഴി, കപ്പൽ പറയുമ്പോൾ വെസൽ വഴി നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. ഈ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ പോണ വഴിയിൽ ഈ എന്താ പറയുക ധനുഷ്കോടിയിൽ നിന്ന് പോകുന്ന വഴിയിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദ്വീപുകളും തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ആ വഴിക്ക് പോവാത്തത്. നമ്മൾ ഇന്ത്യേൻ്റെയും ശ്രീലങ്കയ്ക്ക് ഇടയിലുള്ളതിന് പാക് കടലെടുക്കുക എന്നാ പറയുക. അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാവും വളഞ്ഞ് 250 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ കാലത്ത് നമുക്കറിയാം, പഴയ കാലത്ത് കൊച്ചിയിൽ നിന്ന് കൊളംബോയിലേക്ക് ബസ് പോവുമായിരുന്നു. കേൾക്കുമ്പോൾ രസം തോന്നുന്നു. കൊച്ചിയിൽ നിന്ന് ബോർഡുണ്ട് കൊളംബോ എന്നുള്ളത്. അതിൽ നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ നേരെ രാമേശ്വരം പോയി നിർത്തും. രാമേശ്വരത്ത് നിന്ന് ഒരു ബോട്ട് കയറിയിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്ന, കൊളംബോയിലേക്കും തലൈമനാറിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പല പല പ്രശ്നങ്ങൾ കാരണമായിരിക്കും അങ്ങനെയുള്ള സർവീസുകൾ നിർത്തിയത്. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ശ്രീലങ്കയിലേക്ക് പോകുന്ന കപ്പൽ തുടങ്ങിയിട്ടുള്ള വെസൽ തുടങ്ങിയിട്ടുള്ള 100ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ അത്രയധികം അത്രയധികം കാലമൊന്നും ആയിട്ടില്ല ശ്രീലങ്കയിലേക്കുള്ള ഈ ബോട്ട് സർവീസ് തന്നെ, വെസൽ സർവീസ് തന്നെ തുടങ്ങിയത്. അതിനെ ചില തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങളും മറ്റു കാരണങ്ങളും ആയിരിക്കാം ഇത്ര കാലം ഈ ബോട്ട് യാത്ര ഇല്ലാതിരിക്കാനുള്ള കാരണം. പഴയ കാലത്ത് ഉണ്ടായ പോവായിരുന്നു പറഞ്ഞത്. പിന്നീട് അതൊക്കെ നിരോധിക്കുക ചെയ്യുന്നത്. വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഇപ്പോൾ ഉള്ളത് നാഗപട്ടണത്തിന് പോകാൻ വേണ്ടി മാത്രമാണ്. അത് ഏകദേശം 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ നന്ദി. ഒരുപാട് വിവരങ്ങൾ നൽകിയതിന്. ആർക്കെങ്കിലും നമ്മൾ ഓണം വെക്കേഷനിലും ആണെങ്കിൽ ഹൈദരാബാദ് പോകണമെങ്കിൽ നമ്മളൊരു സുഹൃത്ത് 11 ജില്ലയാണ്, എത്രയാണ് 5 ദിവസത്തെ യാത്ര, ഭക്ഷണവും താമസവും, നമ്മൾ ഗോൽക്കൊണ്ട, അതേപോലെ തന്നെ ചാർമിനാർ, നമ്മൾ ഫിലിം സിറ്റി, രാമോജി, ഹുസൈൻ സാഗർ, അങ്ങനെയെല്ലാം വളരെ ഉഷാറായിരുന്നു. ഞാൻ പോയിരുന്നു അടുത്ത് ഈ വെക്കേഷനിൽ ഞാൻ പോയി വന്നു. വളരെ സന്തോഷമായിരുന്നു. സാറേ, ഒരുപാട് സന്തോഷം. അപ്പോൾ കൃഷ്ണ സാറിന് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇടയിലൊന്ന് സാറ് നീങ്ങുന്നു പറഞ്ഞിരുന്നേ 9 മണിക്ക്. അപ്പോൾ മോണിക്ക ഇനി എന്തെങ്കിലും സാറിനോട് നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇതിനോട് ചേർത്ത് ഇല്ല മിസ്സേ. ഇപ്പൊ സാറേ, സാറിനും സമയം കുറച്ചായല്ലോ അല്ലേ? ഇനി ക്ലാസ്സും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 1.5 മണിക്കൂറോളായി നമ്മൾ ഇരിക്കുന്നു അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു, കുറേ നമ്മൾ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച SNM മൂത്തകുന്നത്തിൻ്റെ അതിൻ്റെ ഒരു സംഘത്തിന് എല്ലാവിധം നന്ദി നേരുന്നു. ഇനി മറ്റൊരു പുസ്തകം പിന്നെ വേറൊരു സമയത്ത് ചർച്ച ചെയ്യാം. നേരത്തെ പറഞ്ഞ മലപ്പുറം ഭാഷാ മൈഗ്രൂഡി എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് ഒരു ഭാഷാ ഗവേഷ സംഭവം കൂടിയാണത്. പിന്നെ വേറൊരു സമയത്ത് നമുക്ക് ആക്കാം. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വ്യക്തി എന്ന അർത്ഥത്തിൽ നന്ദി പറയുന്നു. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുസ്തകം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പുസ്തകം 250 രൂപയാണ്. 200 രൂപയാണ് പുസ്തകത്തിന്. പോസ്റ്റൽ ചാർജൊക്കെ 250 രൂപ. അതിൻ്റെ പുതിയ എഡിഷൻ ഇപ്പോഴത്തെ 2ാം എഡിഷൻ ഇപ്പോഴത്തെ പുറത്തിറങ്ങും. എൻ്റെ ചട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്, കവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പുസ്തകത്തിൻ്റെ മറ്റു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ പുറത്തിറങ്ങും. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി 250 രൂപ. അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ എത്തിക്കാം. എൻ്റെ നമ്പർ, ഗൂഗിൾ പേ നമ്പർ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. എൻ്റെ നമ്പർ ഇതാണ്: 9846308995. ഗൂഗിൾ പേ നമ്പറും അത് തന്നെയാണ്. ആരെങ്കിലും എനിക്കതിൽ ടെക്സ്റ്റായിട്ട് എഴുതാൻ അറിയില്ല, ആരെങ്കിലും എഴുതുകയാണെങ്കിൽ
നന്നായി. സാറേ, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ അപ്പൊ എന്തായാലും ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. അപ്പോ ഓക്കെ ഓക്കെ അതിന്റെ കീഴെയായാലും പിന്നീട് നമ്പർ എഴുതിയിട്ടാലും മതി സാറ്. ഇതിപ്പോ വിഷ്ണു എന്ന് പറഞ്ഞ നമ്മുടെ പഴയ സ്റ്റുഡന്റ് ആണ്. വിഷ്ണു എല്ലാ ആഴ്ചയും വന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ പഴയ എപ്പിസോഡ്സും കാണാൻ പറ്റുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇപ്പോ ഇത്രയും വൈകിയത് കൊണ്ടാണ്. അപ്പൊ ഇതൊന്ന് മതി 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 മതി. കൺക്ലൂഡ് ചെയ്യാൻ സാറിനും തിരക്കുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അപ്പോ ഔപചാരികമായിട്ടൊന്ന് ഒരു 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോ ഇന്ന് സുസ്മ ടീച്ചറും ഇടയിൽ ഉണ്ടായിരുന്നു, പഴയ പ്രിൻസിപ്പള്. പക്ഷേ ടീച്ചർക്ക് അതിനിടയിൽ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് പലരും ഇടയിൽ കൊഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് നാളെയും എക്സാം ആണ്, യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി കുട്ടികളുടെ പ്രാതിനിധ്യം ഉണ്ടായേനെ. അപ്പോൾ ഇതിന്റെ ആദ്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഇൻചാർജ് ബിസ്നി ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് ഇത്രയും നേരം കൂടെ ഇരുന്ന് ശ്രീലങ്കയെക്കുറിച്ചും മറ്റ് യാത്രകളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ച പ്രമോദ് സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്, SNM ട്രെയിനിങ് കോളേജിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും. പിന്നെ ഈ ഒരു പുസ്തകം കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ മോണിക്ക, നമ്മുടെ പ്രിയപ്പെട്ട ലൈബ്രറിയനായ മോണിക്കയെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞു. അത്രയും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെന്താ ടീച്ചറെ, ഞാനത് ചെയ്തോളാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി തന്നെ സാറിൻ്റെ ആ പുസ്തകം അവതരിപ്പിച്ച മോണിക്കയ്ക്കും നമ്മുടെ കോളേജിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇന്ന് ഇത് കേൾക്കാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് വന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ സ്വാഗതം പറഞ്ഞ ചിഞ്ചിന, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാണ്, എന്നാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ വന്ന് സ്വാഗതം ഇതിനോടൊപ്പം ചേർത്തുന്ന ചിഞ്ചിന ജോഷിക്കും അതോടൊപ്പം നന്ദി പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ആൾ. മാഡം. നല്ല ഉഷാറായി. ഓക്കെ ഓക്കെ താങ്ക് യു സാറിനെ സാർ. പിന്നീട് വിളിക്കാം. കുറച്ചുകൂടി വിശദമായിട്ട് പല കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ നമ്പർ വാങ്ങി വിളിച്ചോളാം. താങ്ക് യു. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു സാർ.